ഇന്നലെ രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാസന്മാർ പ്രിയരായ നിങ്ങൾ എല്ലാവരും ഞാൻ കൂടെ യേശുവിന്റെ നാമത്തിൽ വനം ചെയ്യുന്നു. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് സന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. പകൽ നമ്മൾ ചിന്തിച്ചു, നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രിയമക്കളാണ്. അവൻ നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. അവൻ നമ്മെ തെരഞ്ഞെടുത്തത് നമ്മെ പിതാവിനോട് അടുപ്പിക്കേണ്ടതിന്. നാം ഇപ്പോൾ പിതാവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ ചിന്തിച്ചത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതൊന്നും പുതുമയുള്ളതല്ല, ഈ ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇത് ദൈവം തന്റെ ദാസന്മാരെ നമ്മുടെ നടുവിലേക്ക് അയച്ച് നമ്മളെ റിമൈൻഡ് ചെയ്യും, കൂടെ ഓർമ്മിപ്പിക്കും. അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വരവാസനമായി ലോക സംഭവങ്ങൾ കാലഗതികളെല്ലാം അത് വിളിച്ചു പറയുന്നു. ആ കർത്താവിന്റെ വരവാസനമായി എന്ന് പറയുമ്പോൾ തന്നെ നാം പല പ്രായത്തിലുള്ളവരുടെ ഇരിപ്പുണ്ട്. യൗവനക്കാരുണ്ട്, മധ്യവയസ്കരുണ്ട്, വളരെ പ്രായം ചെന്നവരുണ്ട്. നാം ഈ ഭൂമിയിൽ നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചിന്ത പെട്ടെന്ന് വന്നപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങളിൽ മൊബൈലിലോ മറ്റോ അലാറം വെച്ചിട്ട് കിടക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. ഏറെക്കുറെ എല്ലാവരും ആ അലാറം വെക്കുമ്പോൾ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നു ചോദിച്ചു. അത് രാവിലെ 5:30 കൃത്യമായി അടിക്കും. ഞങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കും, വചനം വായിക്കും, അല്ലെങ്കിൽ സ്കൂളിലുള്ള ടെക്സ്റ്റ് പഠിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ പിടിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുളിച്ച് റെഡിയായി ഉത്സാഹിച്ച് പോകും. ആ കാര്യത്തിൽ തികഞ്ഞ പ്രത്യാശയിലാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്നതും നമ്മുടെ തലയുടെ അടുത്ത് വെച്ചുകൊണ്ട് കിടക്കുന്നതും. അത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നാം ആരും ചിന്തിക്കുന്നില്ല, ഇത് അടിച്ചാലും അത് കേൾക്കുന്നതിന് മുമ്പേ ഒരുപക്ഷെ ഞാൻ മാറ്റപ്പെട്ടു പോകാം. എടുപ്പിക്കല്ല, 5:30 സെറ്റ് ചെയ്ത് വെച്ചു, 5:25 എന്നെ വിളിച്ചാൽ ഞാൻ പോകണം. ഞാൻ ഈ അടുത്ത ദിവസം ഒരു മരണത്തിന്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട പ്രിയനായ പ്രായമുള്ള ഒരു ദാസനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചയാൾ. മരണം വന്നതും പോയതും എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. കരികൊണ്ട സമയത്തൊക്കെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും എല്ലാം എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്, നാം എല്ലാം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുമ്പോഴും ചിന്തിക്കുന്നൊന്നുമില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുകയും വചനം കേൾക്കുകയും ആരാധിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നാം ഇനി ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഉണ്ടാകുമോ എന്ന് ഗ്യാരണ്ടി ഉണ്ടോ? ഇനിയൊരു ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കാമെന്ന് എനിക്കും ഗ്യാരണ്ടി ഇല്ല. അല്ല, അങ്ങനെയല്ല. ഇന്ന് രാത്രി ഈ പ്രസംഗം തീർത്ത് ആശീർവാദം പറയാമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾ പറയരുത് കേട്ടോ, ചിന്തിക്കരുത്. എനിക്ക് ഗ്യാരണ്ടി ഇല്ല. കർത്താവ് വിളിച്ചാൽ പോകണം. അപ്പൊ അതൊന്ന് ഓർമ്മിപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മെ ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ നാം അങ്ങ് വലിയ മടിയന്മാരായി പോകും. നാം അങ്ങനെ ലോക സുഖങ്ങളിലും ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാത്തിലും നാം ഇങ്ങനെ ഊടാടി സഞ്ചരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ദൈവം തന്റെ ദാസന്മാരോട് ഇങ്ങനെയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കും. ഒന്നും ശാശ്വതമല്ല. 70 ഏറിയാൽ 80 അത്രയേ ഉള്ളൂ. അല്ല, അത് പറയുമ്പോൾ ഒരു ചിന്ത എന്റെ ഉള്ളിൽ വരുന്നുണ്ട്. പ്രസംഗത്തിലേക്ക് കടക്കാം. കർത്താവിന് 1000 വർഷം ഒരു ദിവസം. ഇവിടെയൊക്കെ എത്രയാ? 24 മണിക്കൂറല്ലേ? അതെ, 24 മണിക്കൂറാണ് ഒരു ദിവസം. അപ്പോ 1000 വർഷം നമ്മുടെ പിതാവായ ദൈവത്തിന് 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഒരു നിലയിൽ ചിന്തിച്ചാൽ. അങ്ങനെയെങ്കിൽ 500 വർഷം നമ്മുടെ പിതാവിന്റെ കൺമുമ്പിൽ എത്ര ഉണ്ടാകും? 12 മണിക്കൂർ. അങ്ങനെയെങ്കിൽ 250 വർഷം എന്ന് പറയുന്നത് എത്ര ഉണ്ടാകും? 6 മണിക്കൂർ. അങ്ങനെയെങ്കിൽ അതിന്റെ പകുതിയായ 125 വർഷം എന്ന് പറയുന്നത് എത്ര ഉണ്ടാകാം? 3 മണിക്കൂർ. പുസ്തകം പറയുന്നത് 70 ഏറിയാൽ 80. 70-ൽ നിർത്തുന്നില്ല, 80 വരെ പോട്ടെ. 70 ഒന്നും പറഞ്ഞ് ആരും പേടിക്കരുത്. 80 വരെ പോട്ടെ. 80 ആണെന്ന് ചിന്തിക്കുക. നമ്മളിങ്ങനെ ഞെക്കി നോക്കിയാൽ കാൽക്കുലേറ്ററിൽ എവിടെ വന്ന് നിൽക്കുന്നത്? ജസ്റ്റ് 2
2 വരില്ല, 1.99 സംതിങ് വരുള്ളൂ. നമുക്കൊക്കെ 2 കൂട്ടാം. നാം ഈ ഭൂമിയിൽ 80 വയസ്സ് വരെ ജീവിച്ചാൽ, 90 വയസ്സ് വരെ പോകുന്നവർക്കായി സ്തോത്രം, 100 വരെ പോയാലും വിരോധമില്ല, ഞങ്ങളാരും പിടിച്ചു നിർത്തത്തില്ല, ധൈര്യമായി പോകാം. എന്നാൽ ഈ രീതിയിൽ ഒന്ന് പറയുകയാണ്, മനസ്സിലാക്കാൻ 80 വരെ എങ്കിൽ എത്ര മണിക്കൂർ നാം ഈ ഭൂമി ജീവിക്കുന്നുണ്ട്? ജസ്റ്റ് 2 മണിക്കൂർ എന്ന് പറഞ്ഞു. 2 മണിക്കൂറേ ഈ ഭൂമിയിൽ നാം അധിവസിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ നോട്ടത്തിൽ നമ്മെ ഭൂമിയിലേക്ക് അയച്ചു നമ്മുടെ പിതാവ് നമ്മെ ഭൂമിയിലേക്ക് അയച്ചു 2 മണിക്കൂർ വസിക്കാൻ. 2 മണിക്കൂർ വസിക്കുന്ന പ്രിയപ്പെട്ടവർ എന്തെല്ലാം മോഹന സുന്ദര സ്വപ്നങ്ങളായി 2 മണിക്കൂർ കൊണ്ട് കാണുന്നത്. തിരിച്ച് ഞങ്ങൾ വരത്തില്ല, തൽക്കാലം കുറെ കാലം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന നിലയിലാണ് നാം സഞ്ചരിക്കുന്നത്. 2 മണിക്കൂറിന്റെ കഥ പറയും. ഒരു കാര്യത്തോട് ഓർമ്മിക്കാം, ഈ പ്രസംഗിക്കുന്ന ഉപദേശിക്ക് ഇപ്പൊ 40 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ഉപദേശിയുടെ എത്ര മണിക്കൂർ പോയി പോ? ഇനി എത്രയുണ്ട് ഉപദേശിക്ക്? 1 മണിക്കൂർ കൊണ്ട് എന്തെല്ലാം പിടിച്ചു മേടിക്കണം ദൈവത്തിൽ നിന്ന്. 3 എല്ലാം പൊട്ടക്കകത്ത് നടക്കട്ടെ. ഈ തന്നിരിക്കുന്ന 1 മണിക്കൂർ എന്തിനാ പ്രിയരെ? നിങ്ങളുടെ കാര്യമല്ലേ, എന്റെ കാര്യം. എനിക്കിനി ഒന്നുണ്ട്, 1 കൂടുതലുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി 1 മണിക്കൂർ തികച്ച് ഇല്ലാത്തവരും കാണും ഇതിനകത്തല്ലേ? കാണുമായിരിക്കും. അപ്പോ ആകെ ഇനി 2 മണിക്കൂർ മൊത്തത്തിൽ ജനനം മുതലേ ഉള്ളൂ. ആ 2 മണിക്കൂർ ഇന്ന് നമ്മളൊരു വാക്യം വായിച്ചു. പിതാവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയാണ്. പിതാവിന്റെ ഇഷ്ടം, നമ്മെ സ്നേഹിച്ച നമ്മുടെ പിതാവ് എന്നൊക്കെ പറയുമ്പോ അത് ഓർമ്മയിലേക്ക് വരണം. നാം പാപികളായിരുന്നപ്പോൾ, അഭക്തരായിരുന്നപ്പോൾ, ദേഷികളായിരുന്നപ്പോൾ, ദൈവത്തോട് ശത്രുത്വത്തിലിരുന്നപ്പോൾ, ലംഘനക്കാരായിരുന്നപ്പോൾ, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായി ഈർഷ്യയിലും മനോവികാരങ്ങൾക്കും അടിമപ്പെട്ട് ജഡത്തിൽ സഞ്ചരിച്ച നമ്മെ സ്നേഹിച്ച പിതാവ്. എന്തൊരു സ്നേഹമാണ്! അത്ര ഭയങ്കര സ്നേഹം നമ്മിൽ ചൊലുത്തി അവൻ നമ്മെ തന്നോട് അടുപ്പിക്കാൻ തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ നൽകി നമ്മെ തന്നോട് നിരപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ ബലിമരണം മൂലം, ക്രൂശുമരണം മൂലം അവൻ നമ്മെ തന്നോട് നിരപ്പിച്ചു. യേശു മൂലം മാത്രം നിരപ്പ്, വേറെ വഴികളൊന്നുമില്ല. അവന്റെ ക്രൂശുമരണം മൂലം മാത്രം നമുക്ക് പിതാവിനോട് അടുക്കാം. അങ്ങനെ അടുത്ത നമ്മോട് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം പറയാൻ പോവുകയാണ്. യാക്കോബിന്റെ ലേഖനം 2:5 നാം ചിന്തിച്ചു, നാം പാപത്തിന്റെ ചങ്ങലയിൽ ബന്ധനത്തിലായിരുന്നു. കൃപയാൽ അവൻ നമ്മെ വിടുവിച്ചു, തന്നോട് അടുപ്പിച്ചു, തന്റെ കരത്തിൽ വെച്ചിരിക്കുന്നു. ഈ കരത്തിൽ ഇരിക്കുമ്പോഴും സന്താപത്തിലും സന്തോഷത്തിലും സകല കാലാവസ്ഥയിലും ആ പിതാവ് നമ്മെ കരുതുന്നു, സ്നേഹിക്കുന്നു. നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. പദ്ധതി വായിച്ചു. വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശങ്ങളുമാകേണ്ടതിനെ തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളുടെ പൊളിയും തെരഞ്ഞെടുപ്പും അധികം, അങ്ങനെ കൂടെ വായിച്ചില്ലേ രാവിലെ? നിങ്ങളുടെ പുളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഒന്നുകൂടെ പ്ലീസ് വായിച്ചു തരാം. പ്രിയ സഹോദരി സഹോദരന്മാരെ കേൾപ്പിൻ. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയും, കേൾപ്പിൻ. ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇവിടെ അത് തന്നെയാ പറയുന്നത്, ചെവിയുള്ളവർ കേൾക്കുക. ദരിദ്രരായവരെ എന്ന് പറയുമ്പോ അതിന്റെ കോൺടെസ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ദരിദ്രന്മാരെ കുറിച്ചും പറയാം, അല്ലെങ്കിൽ ആത്മീക ദരിദ്രന്മാരെ കുറിച്ചും പറയാം. 2 പേരെ കൂട്ടിക്കും. 2 പേർക്കും കിട്ടാൻ പോകുന്ന റിസൾട്ട് ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശങ്ങളുമാകേണ്ടതിനെ തിരഞ്ഞെടുത്തില്ലയോ? തിരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാ? വിശ്വാസത്തിൽ നാം ആത്മീക സമ്പന്നതയിലേക്ക് കടന്നു വരാൻ, ഒന്നിനും മുട്ടില്ലാത്തവരാകേണ്ടതിന്. മുട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന വേറെ മുട്ട. ആത്മീകത്തിൽ മുട്ടുണ്ട് കേട്ടോ. അതെന്താ മുട്ടെന്ന് അറിയാമോ ബ്രദറെ? മത്തായിയുടെ സുവിശേഷം കഴിഞ്ഞ അടുത്ത ഏതാന്ന് ചോദിച്ചാൽ 2-3 മിനിറ്റ് നേരത്തേക്ക് തപ്പി തടഞ്ഞ് ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് മുട്ടാണ്. വേണ്ട വിധത്തിൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാത്തത് ആത്മീകത്തിലെ ഒരു മുട്ട.
നമ്മൾ പറയില്ലേ ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാണ്, ഈ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ പോയി, ഓക്കെ, അടുത്ത ആഴ്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നു, ആകെ മുട്ടിലിരിക്കുക, അത് പെട്ടെന്ന് നമുക്ക് പിടികിട്ടും, മനസ്സിലാക്കാം. അതേസമയത്ത് ആത്മീയത്തിൽ ഈ സെയിം ഉണ്ട്. വെളിപ്പാട് ദിവസം ചോദിക്കുമ്പോ ചിലർ തപ്പും അവിടെയൊക്കെ ആകെ കുറെ മണിക്കൂർ നേരത്തേക്ക്. അതൊരു മുട്ടല്ലേ? സമ്പന്നതയാണോ കാണിക്കുന്നത്? ആത്മീയത്തിൽ സമ്പന്നതയുണ്ടെങ്കിൽ ഇതിനകത്തെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകും. ഇരുവൽ അകത്ത് നിന്ന് എന്ത് ചെയ്യും? ഒഴുകും. നമുക്ക് നിശ്ചയം ഉണ്ടാവും. ഇന്ന് വൈകിട്ട് മീറ്റിംഗിന് ഇങ്ങോട്ട് പോകുന്നപ്പോ നിങ്ങളിൽ എത്ര പേര് പാസ്റ്ററോട് ചോദിച്ചു വഴി, എത്ര പേര് പാസ്റ്റർ വഴി ചോദിച്ചു വന്നു? ഇവരെല്ലാം കറക്റ്റ് ആയിട്ട് വന്നു. ഈ വഴി നിങ്ങൾക്ക് നല്ല നിശ്ചയമാണ്. കാരണം നാളുകളായി, വർഷങ്ങളായി നിങ്ങൾ കൂടെ വരുന്നു. കണ്ണായത്ത് റോഡ് അല്ലെ, കണ്ണായത്ത് റോഡ് സെക്കൻഡ് ക്രോസ് നേരെ വന്നാൽ ഇതിന്റെ അടിയിലേക്ക് വന്ന് കയറുന്നതാണ്. ഒരു ചാഞ്ചലിപ്പൂല്ല. ആ കാര്യത്തിൽ നല്ല ബോധ്യമാണ്. ആ ബോധ്യം ഈ കാര്യത്തിലും വേണം. വേണ്ടേ? വേണ്ട സഹോദരങ്ങളെ, ഇത് എവിടെയാ വഴി? ആ വഴി ഏതാ? ഈ വഴി ഏതാ? മറ്റേ വഴി ഏതാ? ഈ വഴിയല്ലേ ഏത് ഇരുട്ടെന്ന് പറയാൻ നാം സജ്ജമാകണം. അല്ല, ഈ കുഞ്ഞുങ്ങളെയൊക്കെ എതിരാ നിങ്ങൾ പഠിപ്പിക്കുന്നത്? 2ാം ക്ലാസ്സിൽ തോറ്റുപോയാണ്? അല്ലല്ലോ. മിടുക്കന്മാരും മിടുക്കരും യമന്മാരും ആകാൻ വേണ്ടിയല്ലേ പൊതിയോറും കെട്ടി അല്ലെങ്കിൽ പാത്രത്തിൽ ടിഫിൻ ബോക്സിൽ ഇതെല്ലാം കൊടുത്ത് അവരെ കുളിപ്പിച്ച് ഡ്രസ് ചെയ്യിച്ച് എന്തും നിങ്ങൾ കഷ്ടപ്പെടുക. എന്തിനു വേണ്ടി? ഈ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നല്ല നിലയിൽ വരാൻ വേണ്ടി. അങ്ങനെ പിതാക്കന്മാരായ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മൾ ഈ കാര്യത്തിൽ ഒരു തിട്ടമില്ലാത്തവരായിരിക്കുമ്പോൾ ഗ്ലോറി ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ എപ്പോഴും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗ്ലോറി ഹല്ലേലൂയ, എന്റെ മക്കൾക്കൊന്നും അറിയത്തില്ലല്ലോ, സ്തോത്രം ഹല്ലേലൂയ, ഗബ്രിയേലേ എന്റെ മക്കൾക്കൊന്നും അറിയില്ല, അതിനായി സ്തോത്രം. അങ്ങനെ പറയോ? ദൈവം എത്രമാത്രം ഭാരപ്പെടുന്നുണ്ടാകും ഈ തലമുറയിലെ വിശ്വാസികളെ ഓർത്ത്. വീണ്ടെടുപ്പ് എന്ന വിഷയം ആഴത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. വീണ്ടെടുപ്പ്, രക്തം കൊടുത്ത് വീണ്ടെടുത്ത് കൊണ്ടുവന്നത് നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കല്ല. അസാധാരണമായ ഒരു പദ്ധതിയുടെ ചുരുൾ അഴിയണം. ആ പദ്ധതിയുടെ ഭാഗമാകാൻ നമ്മെ തെരഞ്ഞെടുത്തു. സ്വർഗീയ പദ്ധതി. ആ പദ്ധതി എന്നാ രൂപം കൊണ്ടത്? ദൈവത്തിന്റെ പ്രോഗ്രാം ഷീറ്റ്, ദൈവത്തിന്റെ അജണ്ട, പ്രോഗ്രാം, കാര്യപരിപാടി, അതെന്നാ രൂപം കൊണ്ടത്? ഉലക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ കണ്ടു. പ്രോഗ്രാം ഷീറ്റ് തയ്യാർ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ എല്ലാവരുടെ പേരെനിക്കറിയില്ല. ഫിലിപ്പ് ഇവിടെ ഇരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവമാണ്. അദ്ദേഹം ജനിച്ചപ്പോഴല്ല തീരുമാനിച്ചത്. പിന്നെ എന്താ? ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ ആ മനുഷ്യനെ കണ്ടു, ഈ ബ്രദറിനെ കണ്ടു, ഈ ഇരിക്കുന്ന സഹോദരിയെ കണ്ടു. നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവ് കണ്ടു. ആ നമ്മെ നാം വഴിതെറ്റി പോകുന്നു. നാം അല്ല പോയത്, നമ്മുടെ അപ്പൻ പോയി. അപ്പൻ മീൻസ് വല്യപ്പൻ പോയി. വല്യപ്പൻ പിതാവിന്റെ ഹിതത്തിൽ നിന്ന് വഴുതിപ്പോയി. അവൻ പാപത്തിൽ നിവദിച്ചു, അവൻ പാപത്തിൽ സഞ്ചരിച്ചു. അവൻ നമുക്കൊരു കൈവശാവകാശ രേഖ എഴുതി തന്നു. അതിന്റെ പേര് അനുസരണക്കേട്. നമ്മുടെ പിതാവ് നമുക്ക് തന്റെ കൈകൊണ്ട് തന്നെ എഴുതി തുല്യം ചാർത്തി തന്ന ഒരു കൈവശ രേഖ. തലമുറ 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 നിങ്ങൾ കൈമാറി സൂക്ഷിച്ചോ. എന്താ എന്റെ പേര്? അനുസരണക്കേട്. ദൈവത്തിന്റെ ഇഷ്ടം ആരാഞ്ഞറിയണ്ട, തന്നിഷ്ടത്തിൽ ജീവിക്കുക. സ്വന്തം ഹിതത്തിനും മനോവികാരങ്ങൾക്കും അടിമപ്പെട്ട് കാമ്യമെന്ന് തോന്നുന്ന എല്ലാം പിടിച്ച് പറിച്ച് കടിക്കുക, അല്ലെങ്കിൽ ഭക്ഷിക്കുക, ബോധിച്ചതുപോലെ ജീവിക്കുക. അതല്ലേ നമുക്ക് പകർന്നു തന്നത്. പകർന്നു തന്ന ആ രക്തത്തിന്റെ ഗുണ പാരമ്പര്യം, നമ്മുടെ വല്യപ്പച്ചന്റെ പാരമ്പര്യം നമ്മിലിരുന്നു. ആ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മെ വീണ്ടെടുത്തത്. ആ പാരമ്പര്യത്തിൽ തുടരാനല്ല, അല്ലവേ അല്ല, മറ്റൊരു പാരമ്പര്യത്തിലേക്ക്, സ്വർഗീയ പാരമ്പര്യത്തിലേക്ക്, വിൺമയ സ്വഭാവത്തിലേക്ക്, ഈ മൺമയ സ്വഭാവത്തിൽ നിന്ന് വിൺമയ സ്വഭാവത്തിലേക്ക്. അതിന് പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ ഡിവൈൻ നേച്ചറിന് പാർട്ടേക്കേഴ്സ് ആകാൻ നമ്മെ സെലക്ട് ചെയ്തിരിക്കുന്നു. അവിടുത്തെ ദിവ്യ സ്വഭാവം നമ്മിലേക്ക് വച്ചു പിടിപ്പിക്കണം. അതിലൂടെ ഇമ്പാർട്ട് ചെയ്യപ്പെടണം. ആ ദിവ്യ സ്വഭാവം അതിനുവേണ്ടി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നാം അടുത്തടുത്ത് വരുന്നതിന്
പ്രയോഗമാണ്. നാം ആത്മീയത്തിൽ എന്താകണം? സമ്പന്നരാകണം. ഉദാഹരണത്തിന് എന്റെ പോക്കറ്റിൽ ഒരു 2 100 നോട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇവരെല്ലാവരും ഈ ഇരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെല്ലാം എന്നോട് കുറെ പണം ചോദിക്കുക. ആ 200 രൂപ എടുത്ത് കൊടുത്താൽ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ഓരോരുത്തർ 50 രൂപ വെച്ച് ചോദിക്കാന്ന് വിചാരിച്ചോ. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കണം. എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ബുദ്ധിമുട്ടാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റത്തില്ല. അതേസമയം എന്റെ പോക്കറ്റിൽ ഒരു 2 ലക്ഷം രൂപയോ 1 ലക്ഷം രൂപയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ആ മനുഷ്യന് ഒരു നിശ്ചയമുള്ള മനുഷ്യനാണ്, അയാൾക്ക് ഒരു നിശ്ചയമുണ്ട്, അയാൾ സമ്പന്നനാണ്. അതുകൊണ്ട് അയാൾ വാരികതും അതിൽ നിന്ന് 100 200 50 ചോദിക്കുന്നവർ 200 കൊടുക്കാം, 100 ചോദിച്ചാൽ 300 കൊടുക്കാം. ഉണ്ടല്ലോ 2-3 ലക്ഷമല്ലേ പോക്കറ്റിൽ ഇരിക്കുന്നത്. ആത്മീയത്തിൽ നാം വിളമ്പുന്നവരാണോ? മറ്റുള്ളവർക്ക് വേണ്ടി സെർവ് ചെയ്യുന്നവരാണോ? ചെയ്യണമെങ്കിൽ നമ്മുടെ കലവറയിൽ എന്ത് വേണം? കലവറയിൽ സ്റ്റോക്ക് വേണം. കലവറയിൽ സ്റ്റോക്ക് ഇല്ലാതെ മാജിക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ വല്ലതും നടക്കും. ഇത്ര തിക്കോ വിരോധമില്ല. ഈ കലവറയിൽ അത്യാവശ്യം ഇപ്പൊ നമ്മളങ്ങ് ചിലരൊക്കെ പറയുന്ന പോലെ എക്സ്ട്രീം സൂപ്പർലേറ്റീവ് ഒന്നും ആയില്ലേ പോലും, അത്യാവശ്യം മുട്ട് തീർക്കാൻ പാകത്തിന് മറ്റൊരുത്തന്റെ മുട്ട് തീർക്കാൻ പാകത്തിന് നമ്മുടെ കയ്യില് വേണം. അതേസമയം നാം എന്ന് പറയുന്നത് നാം മറ്റു പല കാര്യങ്ങളിലും ഫിറ്റാണ്. ഈ കാര്യത്തിൽ ഫിറ്റാണ്, മറ്റു പല കാര്യങ്ങളിൽ ഫിറ്റാണ്, പലതിലും നാം ഫിറ്റാണ്. അതെന്താ പറഞ്ഞത്? ഈ കാര്യത്തിൽ മാത്രം ഫിറ്റാകാതെ അതായിക്കോളും പാസ്റ്റർ, അതൊരു 90-80 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് ആയിക്കോളും. അങ്ങനെയാകുമോ? ഉത്സാഹിക്കാതെ നാം ഈ വചനത്തിന് മുമ്പാകെ ഇരിക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ സഞ്ചരിക്കാതെ നമുക്ക് ഈ ദിവ്യരഹസ്യങ്ങൾ എങ്ങനെ പിടികിട്ടും? ബുദ്ധിമുട്ടാണ്. ഈ ദിവ്യരഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ഒരു വാക്യം വായിക്കുക. ഈ യാക്കോബിൽ ഒന്നുകൂടെ മടങ്ങി വരാം. റോമാലേഖനം 8:14. റോമൻസ് 8:40. റോമാലേഖനം 8:14. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദിവ്യാത്മാവ്, ദൈവാത്മാവ് നടത്തുന്നവർ മാത്രം രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, അന്യഭാഷ പറയുന്നവർ, കൃത്യമായ ദശാംശങ്ങൾ, കാര്യപരിപാടികളെല്ലാം കൊടുക്കുന്നവർ. അതൊന്നും അല്ല അവിടെ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ആത്മാവ് വാസ്തവമായും എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമ്മെ നടത്തുന്നുണ്ടെങ്കിൽ, ആത്മാവാണ് നമ്മെ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയെങ്കിൽ നാം ആരാണ് വായിച്ചത്? വേദോസ്തത്തിനല്ലേ വായിച്ചത്? ഉറപ്പാണല്ലോ. ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നവൻ, കൺട്രോൾ ചെയ്യുന്നവൻ ആരായിരിക്കണം? ഈ തലമുറയിൽ തുച്ഛം, അപൂർവം പേർക്കേ ഈ കാര്യങ്ങൾക്ക് അനുസരിച്ച് മൂവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപൂർവം ആളുകളെ കണ്ടുമുട്ടുന്നുള്ളൂ. അപൂർവം, വിരലിൽ എണ്ണാൻ പറ്റുന്നില്ല. വിരൽ 10 ഉണ്ട്, അതിനനുസരിച്ച് ആരെയും കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് പ്രസംഗിക്കുമ്പോ എന്റെ മുമ്പിലും വെല്ലുവിളിയുണ്ട്. വിരലിങ്ങനെ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉപദേശി പ്രസംഗിക്കുന്ന ഈ പ്രസംഗ നിമിത്തം, ഈ വചന നിമിത്തം നീയും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണ്ടയോ? പ്രസംഗിച്ചിട്ട് എല്ലാവരെയും നടത്തിച്ച് പോയാൽ മതിയോ? പ്രസംഗിച്ച ഉപദേശി നീ നിന്നെ തന്നെ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ഇതൊക്കെ പ്രസംഗിക്കുമ്പോ, ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോ എനിക്കും ഭയം, നല്ല ഭയമാ. ഇങ്ങനെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഞാൻ നിൽക്കുന്നത് ആരുടെ സന്നിധിയിലാ? അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ. രാജകീയ ആവാസിയൊന്നും നടക്കാത്ത സകല ഹൃദയ രഹസ്യങ്ങളെയും ആരായുന്ന ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അകത്തേക്ക് ക്യാമറ തിരിക്കുന്ന ദൈവം എന്തും വിളിച്ചു പറയാൻ പെർമിറ്റില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശി, അതിന് വാക്യം വായിക്കാം. 2 തിമോത്തിയോസ് 3:10 വായിച്ച് പൗലോസ് എന്താ പറയുന്നത്? 2 തിമോത്തിയോസ് 3:10. പൗലോസ് തിമോത്തിയോസിനോട് കാരാഗൃഹത്തിൽ കിടന്ന് പറയുന്നു, തിമോത്തിയോസേ, നീ എന്റെ ഉപദേശം, എന്റെ നടപ്പ്,
ഉദ്ദേശം മതി. എന്റെ ഉദ്ദേശം ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ ഉദ്ദേശം ആരറിയുന്നു? എന്തിനു വേണ്ടി പറഞ്ഞെന്ന് ആരറിയുന്നു? അപ്പൊ ഓരോ കാര്യങ്ങളും പ്രസംഗത്തിൽ കൊണ്ടുവരുമ്പോൾ അത് ആര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു? അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലുണ്ടോ? പെർഫോം ചെയ്യാൻ ആളുകൾ ഇവിടെ വന്ന് പെർഫോമൻസ്. അവരെ ഇത് ശരിക്കും പഠിക്കണം. ഇത് പെർഫോം ചെയ്യേണ്ട സ്ഥലമല്ല. അത് നിങ്ങൾ വേറെ വഴി നോക്കാൻ പറയണം. ഇത് പെർഫോം നടത്തേണ്ട സ്ഥലമല്ല. ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന സ്ഥലമാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഡർബാർ. താൻ തിരഞ്ഞെടുത്ത തന്റെ രാജാക്കന്മാരുമായി, താൻ തിരഞ്ഞെടുത്ത തന്റെ പുരോഹിതന്മാരുമായി അവിടെ ഇറങ്ങി വന്ന് സംസാരിക്കുന്നതാണ്. സ്വർഗീയ ഗവൺമെന്റിന്റെ പ്രോഗ്രാം ഷീറ്റ് തുറക്കുന്നതാണ്. നേരം നോക്കിന്റെ സ്ഥലമല്ല ഇത്. വേറെ ഇടം നോക്ക്. മറൈൻ ഡ്രൈവിൽ പോ. അത്യുന്നതനായ ദൈവം തന്റെ പുത്രനെ ബലികൊടുത്ത് വീണ്ടെടുത്ത ജനത്തെ കൂട്ടിവരുത്തിയിരുത്തി അവരോട് സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്ന ഇടം. അതുകൊണ്ടാണ് മർമ്മം പറഞ്ഞത്. നാം ആത്മീയത്തിൽ സമ്പന്നരും. യാക്കോബ് 2:5. നാം ആത്മീയത്തിൽ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശങ്ങളുമാകേണ്ടതിനെ തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ തന്നെ സ്നേഹിക്കുന്ന. ഒന്നുകൂടെ പറഞ്ഞാ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശങ്ങളുമാകേണ്ടതിനെ. ഇപ്പൊ രാവിലെ നമ്മൾ വായിച്ച നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെന്ന്. ഇപ്പൊ വായിച്ചെന്താ? നാം തിരിച്ച് അവനെ എന്തിക്കണം? സ്നേഹിക്കണം. ആ വാക്യത്തിനകത്തുണ്ട് നാം അവനെ സ്നേഹിക്കണം. ഒന്നുകൂടെ വായിച്ച സമ്പന്നരെന്ന് കഴിഞ്ഞിട്ടുള്ളത് പിതാവിനെ സ്നേഹിക്കുന്നവർക്ക് എന്തൊരുക്കിയിട്ടുണ്ട്? അവന്റെ രാജ്യം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ രാജ്യം നാം അവകാശമാക്കണം. ദൈവരാജ്യം ഭക്ഷണവുമല്ല, പാനീയവുമല്ല, അത് മെറ്റീരിയൽ അല്ല. യേശു പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല, അത് ആത്മീകമാണ്. ആ രാജ്യത്തിൽ പ്രവേശനം ലഭിച്ചവരാണ് നാം. അതിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 3 ഭാഗമുണ്ട്. ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ ഭാഗം ദൈവരാജ്യം കാണുക. അതാണ് യോഹന്നാൻ 3:3. വായിച്ചോ. പുതുതായി ഇരിക്കുന്നവർക്കും ഈ അടുത്തിടയ്ക്കൊക്കെ വിശ്വാസത്തിൽ വന്നവരൊക്കെ അവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. എങ്കിലും യോഹന്നാൻ 3:3, ജോൺ 3:3. അപ്പൊ പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യം എന്ത് ചെയ്യാം? കാണാം. ഫസ്റ്റ് സ്റ്റേജ്. പുതുതായി ജനിച്ചാൽ വാസ്തവമായും ജനനത്തിന്റെ പ്രൊസീജിയർ ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പ്രൊസീജിയർ ഉണ്ട് ഇതിനകത്ത്. ആ പ്രൊസീജിയറിൽ തന്നെ ഊഹാവോ തോന്നലോ കൈപൊക്കിയതോ ഒന്നും കാര്യമായില്ല കേട്ടോ. ഞാൻ അവിടെ വെച്ച് കൈപൊക്കിയതോ കാല് പൊക്കിയതോ ഒന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. ജനനത്തിന് ഇതിനകത്ത് പ്രൊസീജിയർ ഉണ്ട്, കൃത്യമായ പ്രൊസീജിയർ. ആ പ്രൊസീജിയറിൽ തന്നെ ജനിക്കണം. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ കരയാറുള്ളൂ. ജനിക്കാത്ത കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും കരയാറുണ്ടോ? കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം. ഭാവനയെ കുളിപ്പിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല. അപ്പൊ കുഞ്ഞ് ജനിച്ചാൽ നിശ്ചയമായി അത് എന്ത് ചെയ്യും? അത് കരയും. അത് എന്താ, അത് ചോദിക്കും, എനിക്ക് വല്ല ഫുഡും തരും, അത് പാല് വേണം, അത് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പല നിലകളിൽ അത് കൈകാര്യം കടിക്കും, അത് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം ദൈവരാജ്യം. പുതുതായി ജനിച്ചാൽ ദൈവരാജ്യം കാണാം. അടുത്തപടി അതിന്റെ 5-ാം വാക്യം 3:5, 3:5. വെള്ളത്താലും നിക്കോദീമോസിന് മറുചോദ്യം ചോദിച്ചു. അത് വായിക്കണ്ട, നമുക്കെല്ലാം അറിയാം. ന്യായമല്ലാത്ത, അതായത് ചിന്തിക്കാത്തൊരു ചോദ്യം. അല്പം കൂടെ ചിന്തിച്ചിട്ടായിരുന്നു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും റൈസ് ചെയ്യത്തില്ല. അദ്ദേഹം വലിയ പ്രമാണിയാന്ന് പറയുന്നു, എല്ലാം അറിയാമെന്ന് പറയുന്നു. പക്ഷെ നല്ലൊരു ചോദ്യമല്ല മറുചോദ്യം ചോദിച്ചത്. എങ്കിലും യേശു കൃത്യമായി മറുപടി കൊടുത്തു. അതാണ് 5-ാം വാക്യത്തിൽ. വെള്ളത്താലും ആത്മാവിനാലും. അപ്പൊ രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ സ്റ്റേജ്
ദൈവരാജ്യത്തിൽ കടക്കുക. മൂന്നാമത്തെ ഭാഗമാണ് അല്പം മുമ്പ് വായിച്ചത്. ദൈവരാജ്യം അവകാശമാക്കുക. നാം വീണ്ടും ജനിക്കുമ്പോൾ ദൈവരാജ്യത്തിലാണ് ജനിക്കുന്നത്. ദൈവരാജ്യത്തിൽ കടന്നു. ദൈവരാജ്യം വീണ്ടും ജനിക്കാൻ നാം രംഗത്ത് വരുമ്പോൾ ദൈവരാജ്യം കാണുന്നു. ഈ വചനം പറയുന്നത് പോലെ തന്നെ നാം ആ പ്രൊസീജിയറിലേക്ക് കടക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് കടന്നു, പ്രവേശനം ലഭിച്ചു. അടുത്തപടി ആ കടന്ന രാജ്യം നാം എന്ത് ചെയ്യണം? അതൊരു നീണ്ട വിഷയമാണ്. നാളെ ദൈവം അനുവദിച്ചാൽ ആ വിഷയത്തിലേക്ക് കടക്കാം. ദൈവരാജ്യം കണ്ടു. അതൊരു ഉദാഹരണം പറഞ്ഞാൽ വെളിയിൽ നിന്നുകൊണ്ട് ഇതിനകത്ത് ഇത്രയും ആളുകൾ ഇരിക്കുന്നു, ചെയറ്, അത് ഇത്, ഗ്ലാസ്, മൈക്രോഫോൺ, ഇതെല്ലാം നമുക്ക് വെളിയിൽ നിന്ന് കാണാം. ആ സമയത്ത് ഈ തുറന്നു കിടക്കുന്ന വാതിലിൽ ഇതിനകത്തേക്ക് കടക്കേണ്ടതിനൊരു ഒരു ഒരു പ്രൊസീജിയർ ഉണ്ടാകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ, ആ നിയമം പാലിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് കടക്കാം. ഇതിനകത്തേക്ക് കടന്നു വന്ന് ഇതെല്ലാം ഈ കസേരയിൽ ഇരുന്നു. ഇതൊക്കെ ശരി തന്നെ. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് അനുഭവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഒരു 100 വർഷം കസേരയിൽ ഇരുന്നു, വല്ല പ്രയോജനമാണ്? ദൈവരാജ്യം കണ്ടു, കടന്നു, അവിടെ എങ്ങനെ ഇരിക്കുക? ദൈവരാജ്യത്തിന്റെ മഹിമകൾ അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ, അത് സ്വന്തമായ നിലയിൽ അവകാശമാക്കാൻ കഴിയാത്ത വിധത്തിൽ വേറെ ട്രാക്കിലേക്ക് ശ്രദ്ധ പോയി ആവശ്യത്തിന് ശേഷം സംഭവം കടന്നു, അകത്ത് കടന്നു, അതൊക്കെ സത്യം. കടന്നതിന് ശേഷം പിന്നെ ചിന്ത വേറെ വഴിക്ക് പോയി, ട്രാക്ക് മാറിപ്പോയി. അങ്ങനെ ഷൊർണൂർ എന്ന് കഴിയുമ്പോൾ ട്രാക്കിന് അടുത്താകും. ഒന്ന് പാലക്കാടിന് പോകുന്നു, കോഴിക്കോടിന് പോകും. കോഴിക്കോടിന് പോകേണ്ടവൻ പാലക്കാട് വഴി, തിരുപ്പൂർ വഴി, സേലം വഴി പോയാൽ അവിടെ വരെ പോകും. ജമ്മു കാശ്മീർ വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നാം ഇറങ്ങി വന്നത് എന്തിനാ പ്രിയരെ? ആത്മീക സമ്പന്നരാകുകയും നാം വന്നിരിക്കുന്ന രാജ്യത്തിന്റെ മഹിമകൾ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ദൈവരാജ്യത്തിലുണ്ട്. അത് മുഴുവനും സ്വായത്തമാക്കണം, അവകാശമാക്കണം. അതിന് തടസ്സങ്ങളുണ്ട്. അതാണ് നാളെ പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും, നാം ആത്മീകത്തിൽ സമ്പന്നരാകണം, ആ രാജ്യം അവകാശമാക്കണം. അതിന്റെ കൂടെ തന്നെ 2 തെസ്സലോനി 2:14 വായിക്കണം. 2 തെസ്സലോനി chapter 2 verse 14. 2 തെസ്സലോനി 2:14. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മഹത്വം നാം പ്രാപിക്കണം ഈ രാജ്യത്തിൽ. അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത്. സ്വർഗീയ വിളിയാൽ നിങ്ങളെ വിളിച്ചത് അവന്റെ മഹത്വം പ്രാപിപ്പാൻ. ആ മഹത്വം നമ്മുടെ മേൽ വരേണ്ടതുണ്ട്. ഏതൻ തോട്ടത്തിൽ വെച്ച് ആദമിന്റെ മേൽ ഉണ്ടായിരുന്നതിലും അധികമായ മഹത്വത്തിൽ നമ്മെ നടത്താൻ പിതാവ് ആഗ്രഹിക്കുന്നു. അതെല്ലാം ഇതിനകത്തുണ്ട്. ചുരുൾ നിവർന്നു വരണം. അപ്പൊ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും, അവൻ നമ്മെ സ്നേഹിച്ച് തെരഞ്ഞെടുത്തത് ദൂതന്മാരുടെ നിലയിൽ നിർത്താനല്ല, ഗബ്രിയേലിനെ പോലെയോ മീഖായേലിനെ പോലെയോ അങ്ങനെയാക്കി വെക്കുവാനല്ല നമ്മെ തെരഞ്ഞെടുത്തത്. അതിനേക്കാളും അപ്പുറമായ ഉന്നതമായ ഒരു പദ്ധതിക്കാണ് നമ്മുടെ പിതാവ് നമ്മെ തെരഞ്ഞെടുത്തത്. ആ കാര്യങ്ങൾ നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം. ഇനി സമയമില്ല, കാലം ചുരുങ്ങിയിരിക്കുന്നു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. പൗലോസ് എന്താ പറഞ്ഞത്? കാലം എത്ര വർഷം മുമ്പാ പറഞ്ഞത്? ഏകദേശം 2000 വർഷം മുമ്പ് വിശുദ്ധ പൗലോസ് ലീഗ പറയുന്നു കാലം. ഇന്ന് പൗലോസ് വന്നെന്ന് പറയും 2000 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു, പ്രിയരേ, കാലം ചുരുങ്ങിയിരിക്കുന്നു, നാം രക്ഷയ്ക്കായി വിളിക്കപ്പെട്ടത് നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. ഇന്നാണെങ്കിൽ എന്ത് പറയും? നമുക്ക് പിടിയില്ല. നമ്മളോട് ചിലപ്പോൾ വേറെ വല്ലതുമാണ് പൗലോസ് പറയുന്നത് പിടിയില്ല. ശുദ്ധം ചെയ്ത് മയക്കിയത് ആര് നിങ്ങളെ നമുക്ക് ചോദിച്ചോളാം. ചിലപ്പോ അദ്ദേഹത്തിന് ഭയങ്കര പെർമിറ്റുള്ള ആളല്ലേ, അധികാരമുള്ള ആളല്ലേ, കർത്താവിന്റെ കൂടെ നടക്കുകയല്ലേ. വേറെ പുള്ളിക്ക് ചിന്തയൊന്നുമില്ലല്ലോ. ആകെ ഒരു ചിന്താഭാരം എന്ന തിരക്കുണ്ട്. അതെന്ത് തിരക്കാം? ഈ രക്തത്തിന്റെ മറവില് അവന്റെ സന്നിധിയിൽ എനിക്ക് അണിയിച്ചൊരുക്കിക്കൊണ്ടുവന്ന് നിർത്തണം. വേറെ ചിന്തയൊന്നുമില്ല. 24 മണിക്കൂർ ആ ചിന്ത മാത്രം.
ആ മഹത്വത്താൽ അവൾ നിറയ്ക്കണം. അങ്ങനെ അവന്റെ മുമ്പിൽ കൊണ്ടുചെല്ലണം. അപ്പൊ അതിനോടൊന്നും അല്പം പോലും താല്പര്യമില്ലാതെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, ചിറ്റുള്ളി, ഈരുള്ളി, വെള്ളുള്ളി എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോ പൗലോസ് എന്ത് പറയും? അങ്ങനെ കേട്ടിട്ടില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഈരുള്ളി, ചിറ്റുള്ളി, പിന്നെ വെള്ളിരിക്ക, മത്തങ്ങ, കുമ്പളങ്ങ എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ ഓർക്കുന്നില്ലേ? ഉണ്ട് അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ. ഒട്ടത്തെ കഥയാ. ഇന്നും ആളുകൾ ഈരുള്ളി, ചിറ്റുള്ളി, വെള്ളുള്ളി, കുമ്പളങ്ങ, മത്തങ്ങ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞതിൽ എല്ലാ പോഷകങ്ങളും ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം മനസ്സിലായി കാണും. ദൈവം ആഗ്രഹിക്കുന്ന റൂട്ടിൽ നിന്നും മാറി നിന്ന് വേറെ സ്വപ്നങ്ങൾ, കോട്ടകൾ കെട്ടുകയല്ലേ? കർത്താവ് തന്നെ ദാസന്മാരെ അയച്ച് വചനമാകുന്ന ചുറ്റികൊണ്ട് ആ കോട്ടകൾ ഇടിച്ച് പൊളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഏറി നിർത്തും. എന്നിട്ട് ഈ മഹത്വം തെളിയിക്കും. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാകും, എന്തൊരു സ്നേഹം. ഓക്കെ, അവൻ നമ്മെ തിരഞ്ഞെടുത്തത് ആ സുവിശേഷ നിമിത്തം. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ ആ വാക്കുറങ്ങ് കയറി വന്നുണ്ടോ? എങ്ങനെയാ ആളുകളെ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് വിളിക്കുന്നത്? ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ. അപ്പൊ ഒരുവരെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് ദൈവം ഉപയോഗിക്കുന്ന മാധ്യമം ഏതാ? അത്ഭുതം അടയാളമാണോ? സഹോദരങ്ങളെ, നല്ല കൺഫ്യൂഷനുള്ള വിഷയമാണ് പെന്തിക്കോസിലത്, അല്ലെങ്കിൽ വിശ്വാസി ലോകത്തിന്റെ നടുവിൽ. അങ്ങനെ പുസ്തകം പഠിപ്പിക്കുന്നില്ല കേട്ടോ. ദൈവം അത്ഭുതവും അടയാളവും ചെയ്ത് ആരെയും രക്ഷയിലേക്ക് വിളിക്കുന്നില്ല. ഈ പ്രസംഗിക്കുന്ന സുവിശേഷം ചൈതന്യമുള്ളതാണ്, ജീവനുള്ളതാണ്, ഇത് രാജകീയ സുവിശേഷമാണ് എന്ന് ഉറപ്പിക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. ആ സുവിശേഷം കേട്ടു വരുന്നവർ വന്നാ മതി. കാരണം എന്താ? ആ സുവിശേഷത്തിനകത്ത് ശക്തിയുണ്ട്, ആ സുവിശേഷത്തിനകത്ത് ജീവനുണ്ട്. ആ ജീവൻ വേണ്ടവർ എന്ത് ചെയ്യണം? ആ സുവിശേഷം കൈക്കൊള്ളണം. ആ ജീവൻ പിതാവിന്റെ ഒരു വാക്തത്വമാണ് നമ്മളോടുള്ള ബന്ധത്തിൽ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1 യോഹന്നാന്റെ ലേഖനം, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 25. 1 യോഹന്നാൻ 2:25 വായിച്ചു. ഇതാകുന്നു പിതാവ് നമുക്ക് തന്ന അതെന്താ? ആ നിത്യജീവൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? 2 തിമോത്തിയോസ് 1:1. 2 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 1. ഒന്നുകൂടെ. അപ്പോ ഇപ്പൊ വായിച്ചു. ഇപ്പൊ എവിടെയാ വായിച്ചത്? ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. എന്നിട്ട് തിമോത്തിയോസിൽ ഇപ്പൊ എന്ത് വായിച്ചു? അപ്പോ ജീവൻ, നിത്യജീവൻ എവിടെ ഇരിക്കുന്നു? പിതാവായ ദൈവം നിത്യജീവൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാ? യേശു ക്രിസ്തുവിൽ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ 2 തിമോത്തിയോസ് 2:8. ഇതിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ. അപ്പൊ സുവിശേഷത്തിനകത്ത് എന്തുണ്ട്? സുവിശേഷത്തിനകത്ത് എന്തുണ്ട്? അല്പം മുമ്പ് പറഞ്ഞു, നിത്യജീവൻ. നിത്യജീവൻ പിതാവായ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ഇതിനകത്താ, ക്രിസ്തു യേശുവിൽ, അല്ലെങ്കിൽ സുവിശേഷത്തിൽ. അപ്പൊ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കണോ വേണ്ടയോ? വേണോ? ഞങ്ങൾക്ക് ഒത്തിരി കലാപരിപാടികളൊക്കെ വേറെ നടത്താനുണ്ട്. സുവിശേഷം പ്രസംഗിച്ച 1 ഗ്ലാസ് ചൂടുവെള്ളം കിട്ടുമോ? കിട്ടുമോ സഹോദരങ്ങളെ? ഈ വ്രതം ബംഗാളി ആയതുകൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല. സാരമില്ല, മനസ്സിലാവുന്നുണ്ടോ? തോടാ ഹിന്ദി എനിക്ക് തോടാത്തോടെ. സഹോദരങ്ങളെ, നാം ട്രാക്കിലെത്തി. നാം വഴിമാറി. ദൈവം നിത്യജീവൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് സുവിശേഷത്തിനകത്താണെങ്കിൽ ആ സുവിശേഷമല്ലാതെ വേറെ എന്ത് കഥ നമുക്ക് പറയാനുണ്ട്? വേറെ കഥ പറഞ്ഞ
വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആർ കടന്നു വരും? മർക്കോസ് 1:14-15 വായിച്ചു. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 14 and 15. വിഷയത്തിലേക്ക് വന്നില്ലല്ലോ ദൈവം. കടലിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, ആയതുകൊണ്ട് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ എങ്ങനെ മാനസാന്തരപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ പെടുത്താം, അല്ലെങ്കിൽ എങ്ങനെ പെടാം പറഞ്ഞാൽ, ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ എന്ത് ചെയ്യണം? നാം എന്ത് ചെയ്യണം? സുവിശേഷം സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ വ്യക്തിയിൽ എന്തുണ്ടാകും? പാപബോധം ഉളവാകും. പാപബോധം ഉളവാകുമ്പോൾ അയാൾക്ക് അനുതാപം വരും. എന്ന് പറഞ്ഞാൽ മാനസാന്തരം ഉണ്ടാകും. ആ വ്യക്തി, മാനസാന്തരപ്പെട്ട വ്യക്തി എന്ത് ചെയ്യണം? അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ച മാധ്യമം എന്താണ്? അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് എന്താ? സുവിശേഷം. ആ സുവിശേഷം അവൻ വിശ്വസിക്കണം. ഒരുവൻ മാനസാന്തരപ്പെടാൻ നാം ശക്തിയോടെ സുവിശേഷം പമ്പ് ചെയ്യണം. അതിശക്തിയോടെ സുവിശേഷം പ്രീച്ച് ചെയ്യണം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് പാപത്തിന്റെ നേരെ ഉയർന്നുകൊണ്ട് നീക്കാൻ പറ്റില്ല. വേലിച്ചിട്ട് നീക്കാൻ പറ്റില്ല, ഒരുത്തിന് നീക്കാൻ പറ്റില്ല. അത് ഭയങ്കരമാണ്, ഉജ്ജ്വലമാണ്. യേശുവിന്റെ സുവിശേഷം അത് രാജകീയ സുവിശേഷമാണ്. അത് പിൻവാതിലൂടെ പ്രസംഗിക്കുന്ന സാധനമല്ല കേട്ടോ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പിൻവാതിലൂടെ പ്രസംഗിക്കാൻ പാടില്ല. യേശുവിന്റെ സുവിശേഷം രാജകീയമാണ്. അത് കാൽവരി ക്രൂശിൽ എഴുതിയതാണ്. അത് പ്രസംഗിക്കേണ്ടത് എങ്ങനെയാ? മുൻവാതിൽ ചവിട്ടി പൊളിച്ച് കയറിയൊന്ന് പ്രസംഗിക്കണം. മുൻവാതിൽ ചവിട്ടി പൊളിക്കണം. മുൻവാതിൽ എന്ന് പറഞ്ഞാൽ വല്ലവന്റെ വീടിന്റെ വാതിലല്ല. എന്റെ കർത്താവേ, കുഴപ്പമുണ്ടാക്കല്ലേ, തിരിച്ചു പോണേ. ഏത് വാതിലാ? സാത്താന്റെ വാതിൽ. അവൻ കെട്ടിവെച്ചിരിക്കല്ലേ കോട്ടകൾ. അവന്റെ കോട്ടകൾ ഇടിക്കണം. അപ്പോസ്തലന്മാർ കടന്നു ചെന്ന് ഇടിച്ചതുപോലെ കോട്ടകൾ ഇടിക്കണം. അതിന് അഭിഷേകം വേണം. പറയാൻ എളുപ്പമല്ല. ഇഷ്ടോ പൊളിച്ചോ എന്നൊക്കെ പറയാൻ എളുപ്പം. ചുമ്മാ പോയി കിട്ടി എണ്ണം പിടിച്ചാൽ കാര്യം നടക്കത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എന്നെയല്ല ഇടിച്ചു പോയത്. ആദ്യമേ അപ്പോസ്തലന്മാർക്ക് ഈ ഒരു ഒറ്റ എയിമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒരിക്കലും സുവിശേഷം പിൻവാതിലൂടെ സോപ്പ്, ചീപ്പ്, കണ്ണാടി കൊടുത്ത് പ്രസംഗിച്ചില്ല. ബ്രദറെ, പ്ലീസ് ബ്രദറെ, ഒരു സോപ്പ് എടുത്താൽ, ഒരു ലെക്സ് സോപ്പ് എടുത്താൽ എത്രയാ ബ്രദറെ ഫ്രീ കൊടുക്കുന്നത്? ഒന്നെടുത്താൽ 3 ഫ്രീ, അല്ലെങ്കിൽ 2 ഫ്രീ. അങ്ങനെ പറയുമ്പോൾ ആളുകൾ വരും. അത് പത്രോസോ യോഹന്നാനോ യാക്കോബോ ഈ പറയപ്പെട്ട പൗലോസോ ഒന്നും ഈ പ്രസംഗം പ്രസംഗിച്ചില്ല. അവർ ലോകത്തോട് പ്രസംഗിച്ചെന്താ? മറ്റൊരുത്തരിലും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമം. ജീവൻ അവനിലിരിക്കുന്നു. ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും അവനിൽ വസിക്കുന്നു. അതുകൊണ്ട് ആരെ ഉയർത്തണം, ആരെ പ്രസംഗിക്കണം? അങ്ങനെയാണോ? അതൊക്കെ ശരിയാ, പറഞ്ഞതൊക്കെ ശരി. അങ്ങനെയാണോ? അങ്ങനെയാണോ? ടെലിവിഷൻ തുറക്കാറില്ലേ, അതിനകത്തൊക്കെ അങ്ങനെയാണോ? ആരെഴുതിയ അങ്ങനെയല്ല. അങ്ങനെയല്ല. വഴി തെറ്റി. തെറ്റിയില്ലേ? വഴി തെറ്റി. എന്താ തെറ്റി? ഇതാരെയും ഇല കാണിച്ചു കൊണ്ടുവരുന്ന മാർഗമല്ല. നിനക്ക് രക്ഷ വേണോ? രാജകീയ സുവിശേഷം ഇതാണ്. പിതാവിന്റെ സ്നേഹം അത് പ്രദർശിപ്പിക്കുന്ന ഒരു ഇടമുണ്ട്, കാൽവരി. ആ കാൽവരി നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഭാവി ആ സ്നേഹത്തിന്റെ അകത്ത് തട്ടിയാൽ നീ ഭാവിയല്ല, വിശുദ്ധനാകും. ദൈവത്തിന്റെ പുത്രനാകും. പുത്ര സ്വീകാര്യം തന്നെ ആ പിതാവ് നിന്റെ ഭവനത്തിൽ കൈക്കൊള്ളും. അതാണ് കാണുക, കടക്കുക. കടന്നാ പോരാ, ഭാവി വിശുദ്ധ. ഭാവി ആയിരുന്നു വേണ്ടി, സോറി, കടന്നപ്പോൾ വിശുദ്ധനായി. ഇനി വിശുദ്ധൻ എന്ത് ചെയ്യണം? കടന്നു വന്നിട്ട് വേറെ പണി ഇതിനകത്ത് പാടില്ല കേട്ടോ. ആശയത്തിന് വഴി അറിയാതെ തെക്ക് വടക്ക് നടന്നവനെ വഴി കാണിച്ച്, ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞ്
ആ വഴിയിലെ പ്രകാശം തെളിയിച്ച് ഞാൻ വെളിച്ചമെന്ന് പറഞ്ഞ് ആ വെളിച്ചം തെളിച്ച് അകത്ത് കൊണ്ടുവന്നപ്പോ വേറെ കൃഷിയാണ്. അകത്ത് കൊണ്ടുവന്നവന്റെ ഹിതത്തിന് വേണ്ടി അല്ലേ സാർ? ആണല്ലയോ? ഇപ്പൊ വേറെ പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നത് ഇതിനകത്ത് വന്നിട്ട്. നാം ഇതിനകത്ത് വന്നത് അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കണം. സുവിശേഷം പ്രസംഗിക്കണം. ആ സുവിശേഷം കേട്ടു വരുന്നവരുടെ ഉള്ളിൽ രാവിലെ പറഞ്ഞ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. വാസ്തവമായ മാനസാന്തരം, വാസ്തവമായ ഹൃദയ തകർച്ച, വാസ്തവമായ മുറുക്കം, അത് സംഭവിച്ചവരെപ്പോഴും ദൈവസന്നിധി അയോഗ്യനായ എന്നെ നീ തെരഞ്ഞെടുത്തല്ലോ. യാതൊരു ഗുണവുമില്ലാതിരുന്ന കുലഹീനനായിരുന്ന എന്നെ ഇത്ര ഉന്നതമായ പദവിയിലേക്ക് തെരഞ്ഞെടുത്തല്ലോ. ഞാൻ നിന്റെ മുമ്പിൽ എന്ത് സ്തോത്രം ചെയ്യും, എന്ത് പറഞ്ഞ് നിന്നെ സ്തുതിക്കും? വാക്കും ഭാഷണവും ഇല്ല പ്രിയന്റെ മുമ്പിൽ വരുമ്പോൾ അകം നന്ദി കൊണ്ടങ്ങ് നിറയല്ലേ, അകം നന്ദി കൊണ്ട് നിറയല്ലേ. തെരഞ്ഞെടുപ്പിന്റെ ആഴം ഓർക്കുമ്പോൾ യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷത്തിൽ കിടപ്പുണ്ട്. എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഏത് അധ്യായത്തിലാണെന്ന്? സഹോദരിമാരെ, 2 മിനിറ്റ് നേരത്തേക്ക് സഹോദരിമാരെ, അത് എവിടെ കിടക്കുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന പിതാവിന്റെ മുൻപിൽ എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? കാര്യങ്ങൾ ഗ്രഹിക്കണം. 17-ാം അധ്യായം തുറക്കൂ. യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന അതിന്റെ 21-ാമത്തെ വാക്യം. ജോൺ, ഗോസ്പൽ ജോൺ chapter 17 verse 21. ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും തമ്മിലാകേണ്ടതിന് തന്നെ. ഇത്തിരിയും കൂടെ അല്പം കൂടെ സ്പീഡ് കുറച്ച് ഭയങ്കര മർമ്മം അകത്ത് തടങ്ങിയിരിക്കുന്നു. ഇതറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അതറിയണം. നമുക്ക് ഒരു തിരക്കുമില്ല പോവാൻ. ഞാൻ ഇതിന്റെ മുകളിലാണ് കിടക്കുന്നത്. പോകാനായിട്ട് ഒരു തിരക്കും. അതുകൊണ്ട് 17-ാം അധ്യായം 21-ാം വാക്യം നിർത്തി എല്ലാവരും കേൾക്കണം. ചെറിയവരും വലിയവരും വൃദ്ധരും യൗവനക്കാരും ഒക്കെ കേൾക്കണം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും തമ്മിലാകേണ്ടതിന് തന്നെ. നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ പിതാവും പുത്രനും ഒന്നാകുന്നത് പോലെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്ന അവരും തന്റെ ശിഷ്യന്മാരും പ്രിയജനം തന്റെ കാന്ത അവരും തമ്മിൽ എന്താകണം? ഒന്നാകണം. ദൈവരാജ്യം കണ്ടു, ദൈവരാജ്യത്തിൽ കടന്നു, ഇത് അവകാശമാക്കുക എന്ന് പറയുമ്പോൾ ഈ വാക്യം കൂടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ഒന്നാകണം. 1 യോഹന്നാൻ 5:7. First John chapter 5 verse 7. 1 യോഹന്നാൻ 5:7. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. മലയാളം ബൈബിളിൽ ഇല്ലാതെ ഇംഗ്ലീഷ് ബൈബിൾ KJV ഉള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങളൊന്ന് വായിക്കേ. ഇംഗ്ലീഷ് ബൈബിൾ KJV ഉള്ളോ? ഇംഗ്ലീഷ് ബൈബിൾ ഉള്ള ആരും ഇല്ല. For there are three that bear record in heaven, the Father, the Word, and the Holy Ghost, and these three are one. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്. മലയാളം ബൈബിളിൽ അതില്ല. NIV കയ്യിലുള്ളവരുടെ കയ്യിലും ഈ വാക്യം കാണില്ല. അതുകൊണ്ട് ദയവായി NIV അടച്ചു വെച്ചിട്ട് വല്ലോ അൽമാരിയിലും വെക്കുക. എന്നിട്ട് KJV മേടിച്ച് വായിക്കുക. അങ്ങ് പോണമെന്നുണ്ടെങ്കിൽ NIV ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ എന്താ അതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. യഹോവ സാക്ഷികൾ, പിന്നെ നിരീശ്വരവാദികൾ, അങ്ങനെ പല ആൾക്കാരും അതിന്റെ ട്രാൻസ്ലേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. പല ഗൗരവമായ ഗംഭീര കാര്യങ്ങൾ ചോർന്നുപോയി. അതുകൊണ്ട് ട്രാൻസ്ലേഷനിലെ എറർ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചത്. And there are three that bear witness in earth, the Spirit and the water and the blood. For there are three that bear record in heaven, the Father, the Word, and the Holy Ghost.
are one. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവർ, പിതാവ്, വചനം, ആത്മാവ്. പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. എന്നിട്ട് അടുത്തെന്താ പറഞ്ഞേ? അത് മൂന്നും ഒന്ന് തന്നെയല്ലേ? അത് മൂന്നും ഒന്നാകുന്നു. ഓ, സ്വർഗത്തിലെ ഒരു പിക്ചർ ഒന്ന് നിങ്ങളുടെ ഭാവനയിലേക്ക് കൊണ്ടുവന്നേ. സ്വർഗത്തിലെ ചെയർ എന്ന് പറയുന്ന ഒരു താണവാക്കായ, സോറി പ്ലീസ്, സ്വർഗത്തിലെ ത്രോൺ. ചെയർ എന്നൊക്കെ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ അത് യോഗ്യമായ പദമല്ല. സ്വർഗത്തിലെ ത്രോൺ, ആ ത്രോണിൽ ഇപ്പൊ നമ്മൾ വായിച്ച പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും ഒന്നാകുന്നു ആ ത്രോണിൽ ഇരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വീണ്ടും വായിച്ചു 17:21. ഒരു വലിയ മർമ്മം തുറക്കുന്നുണ്ടോ നോക്കട്ടെ. ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതേ. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടത് തന്നെ. അവരും നമ്മിലാകുക, നമ്മിൽ ഒന്നാകുക. ഇവ നമ്മിൽ എന്ന് പറയുമ്പോൾ പിതാവും വചനവും പരിശുദ്ധാത്മാവും ഒന്നാന്ന് വായിച്ചു. അതിനകത്തേക്ക് നാലാമതൊരു പേര് കൂടെ ആഡ് ചെയ്തു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായി ലയിക്കണം, ചേരണം. അതാരായി അവര്? തന്റെ കാന്ത, തന്റെ മണവാട്ടി. ഇപ്പൊ നോക്കിയേ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും ഒന്നാണ്. നാലാമതൊരു പേര് കൂടെ കൊണ്ടുവരികയാണ്. അതാരാ? കാന്ത, തന്റെ മണവാട്ടി. ഇത് നാലും ഇപ്പോൾ എന്താകുന്നു? വല്ല പിടിയും കിട്ടുന്നുണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സാത്താനിന് നേരത്തെ അറിയാം നിങ്ങളാരും നമ്മളാരും മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് മലയാളം ബൈബിളിൽ 7-ാം വാക്യം ഇല്ലാതെ പോയത്. ഇത് മർമ്മമല്ലേ പറഞ്ഞത്? ഇതിൽ കൂടുതൽ വേറെ വല്ല കാര്യം ബൈബിളിലുണ്ടോ? സഹോദരങ്ങളെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാകുന്നു എന്ന് വായിച്ചു. എന്നിട്ട് യേശു പറയുകയാണ് തന്റെ ഹിതം, തന്റെ മധ്യസ്ഥത പിതാവിന്റെ മുമ്പിൽ. അവരും ഇതുപോലെ നമ്മിൽ ഒന്നാകണം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇനി ഒരു വാക്യം വായിച്ചു, യോഹന്നാൻ 3:2, 1 John 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. നാം സുവിശേഷ നിമിത്തം ദൈവരാജ്യത്തിൽ വന്നു, അല്ലെങ്കിൽ ദൈവ കുടുംബത്തിൽ വന്നു. നാം അവന്റെ മക്കളായി തീർന്നിരിക്കുന്നു. എന്നാൽ നാളെ പ്രത്യാശയെ പറയുന്ന പ്രവചനം പോലെ നാളെ എന്ത് സംഭവിക്കും? നാം അവനോട്, അവൻ ഇരിക്കും പോലെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. നാം അവനോട് എന്ത് ചെയ്യും? സദൃശ്യന്മാരാകും. ഇന്ന് നാം സൃഷ്ടിയും അവൻ സൃഷ്ടാവും. സൃഷ്ടിയും സൃഷ്ടാവും. നാളെയോ ഇത് രണ്ടും, ഇതിന്റെ അന്തരം ലോപിച്ച് നാളെ ഇത് രണ്ടും, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ. സൃഷ്ടി സൃഷ്ടാവുന്നുള്ള അന്തരമൊക്കെ ഉണ്ടോ ഈ വാക്യപ്രകാരം? അത് ലോപിച്ചില്ലാതെയായി, രണ്ടും ഒന്നായി. കാന്തനും കാന്തയും. ലേഖനം പറയുന്നു, അവർ ഇരുവരും ഇനി രണ്ട് ദേഹമല്ല, അവർ ഒന്നത്രേ. ഈ മർമ്മം ഞാൻ സഭയെയും ക്രിസ്തുവിനെയും ഉദ്ദേശിച്ച് ആ മർമ്മല്ലേ ഇപ്പൊ പറഞ്ഞത്. വേറെ മർമ്മമെല്ലാം പറഞ്ഞോ? നാം ആരാണ്? വെളിപ്പാട് 3:21, Revelation 3:21. വെളിപ്പാട് 3:21, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. സിംഹാസനം വെളിപ്പെടുന്നു. സ്വർഗീയ സിംഹാസനം, ത്രോൺ. ആ സിംഹാസനത്തിൽ ഞാനും പിതാവും പുത്രനും, ഞാനും പിതാവും ആത്മാവും, അത് മൂന്നൊന്നു തന്നെ. അത് ഈ വിഷയം ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അതൊന്നും പ്രസംഗിച്ചാലും പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാനും അതിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടോ, ഒന്നും മനസ്സിലായിരുന്നില്ല. എന്നാൽ കാലങ്ങൾ കടന്നു പോയപ്പോൾ പതിയെ ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ആ കാര്യങ്ങളിൽ ഇത് എന്താ
എന്നൊക്കെയുള്ള ചോദ്യത്തിന് ശാന്തമായി സാവധാനം ഇപ്പോ മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാണെങ്കിൽ മരണം കൊണ്ട് ഈ ഭൂമി നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു അംശമായിട്ട് ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി. ഇത് മൂന്നല്ല, ഒന്ന് തന്നെ. ആ സിംഹാസനത്തിൽ ഇപ്പോൾ ആരും കൂടെയുണ്ട്? ജയിച്ചു വരുന്ന കാന്തയും ഇപ്പോൾ ആ സിംഹാസനത്തിലുണ്ട്. സിംഹാസനങ്ങൾ എന്നാണ് ഒന്നുകൂടെ വായിച്ചിട്ടുള്ളത്. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ സിംഹാസനമാണോ സിംഹാസനങ്ങളാണോ? സിംഹാസനത്തിൽ ഏകവചനം, ഒറ്റ കസേരയുള്ളൂ, ഒരു ത്രോൺ. ആ ത്രോണിൽ ഞാനും എന്റെ കാന്തയും ഒരുമിച്ചിരിക്കും. ഇത് ഓവർകമേഴ്സിനുള്ള ത്രോണാണ്. ജയിച്ചു വരുന്ന വിക്ടോറിയസ് ലൈഫിന് ഉടമകളായവർക്ക് വിക്ടേഴ്സിനുള്ള ത്രോണാണിത്. ചുമ്മാ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, 2 കൈയെടുത്തു, 3 മറുഭാഷ പറഞ്ഞു, പിന്നെ പത്തടിപ്പാലം വരെ പോയി, പിന്നെ അരൂര് വരെ പോയി, പിന്നെ കുമ്പളങ്ങി വരെ പോയി, പിന്നെ ഗുനിയാവ് വരെ പോയി എന്നൊന്നും പറഞ്ഞാലൊന്നും ആ സിംഹാസനത്തിന്റെ പഞ്ചായത്ത് വരത്തില്ല കേട്ടോ. നീ കൂടുതൽ എനിക്ക് എന്റെ രോക്ഷം കുറയ്ക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഒതുക്കുക. ഇത്രയും പറഞ്ഞ പോലെ പോരല്ലേ? നിങ്ങൾ ആരെങ്കിലും കൃപയാലത് പറഞ്ഞോ? എനിക്കിതിനുള്ള കൃപയുള്ളൂ. എന്നാലും അകത്ത് സങ്കടം. ഈ ഉന്നത വിളി ലഭിച്ച ആളുകളെ കൊരങ്ങിനെ ചുടുചോറ് പിടിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുകയല്ലേ. നാളുകൾ കോട്ട് സൂട്ട് പപ്പാസൊക്കെ ഇട്ട് സ്റ്റേജിലേക്ക് കയറി വന്ന് അവരെ കളിപ്പിക്കുകയാണിത്. ഈ സ്വർഗീയ രഹസ്യങ്ങൾ അവരോട് വെളിപ്പെടുത്തി അവരെ പിതാവിന്റെ ഹിതം, ഇത് പ്രോഗ്രാം ഷീറ്റായി പറയുന്നത്, നിത്യതയുടെ പ്രോഗ്രാം ഷീറ്റിൽ ചുരുളാണ് വഹിക്കുന്നത്. അത് പറഞ്ഞു കൊടുത്ത് അവരെ യോഗ്യരാക്കണം. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് കൊലോസ്യർ 1:28 വായിച്ചു. Colossians 1:28. Colossians, Ephesians, Philippians, Colossians. കൊലോസ്യ ലേഖനം 1:28. Colossians 1:28. യേശു ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും ഞങ്ങൾ പ്രബോധിപ്പിക്കും. അവിടെ പ്രബോധിപ്പിക്കാതെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ വരുമ്പോ വാൺ ചെയ്യാനല്ലേ. ഏത് മനുഷ്യനെയും ഞങ്ങൾ പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ അവൻ എന്ത് ചെയ്യണം? തികഞ്ഞവനാകണം. സമ്പൂർണത, ആ തികവിന്റെ അനുഭവത്തിലേക്ക് വരണം. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് തികവിന്റെ ശുശ്രൂഷയാണ്. അത് സോപ്പ് ജീപ്പ് കണ്ണാടി കിട്ടും എന്ന് പറയുന്നതല്ല. ഞാനെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ, ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയാൻ വിളിക്കപ്പെട്ടൊരു മനുഷ്യനെ എന്ത് ചെയ്യാം? ഒന്ന് പറയാതെ തരമില്ല. ഈ ഉന്നത വിളിയുടെ മുമ്പിൽ സോപ്പ് ജീപ്പിന് വേണ്ടി ആളുകളെ മിസ്ഗൈഡ് ചെയ്യുന്നവരെ എന്ത് ചെയ്യണം? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുന്ന ഒരു ദിവസം വന്നാൽ മതി. അറക്കും പീസായിട്ട് അറക്കും. ഈ സത്യം പറഞ്ഞ ആ ജനത്തെ ഈ നിലയിലേക്ക് കൊണ്ടുവന്ന് ഈ ലോകത്തെ വെറുക്കാൻ പഠിപ്പിക്കണം. യേശു പറഞ്ഞു, ഈ ലോകം എന്നെ വെറുത്തു, അതുകൊണ്ട് നിങ്ങളെയും, ഈ ലോകം എന്നെ പകച്ചു, നിങ്ങളെയും പകയ്ക്കും. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വം. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഇത്ര വലിയ മുടി ലഭിച്ച നീ കാന്തേ, ജാരന്മാരെ പോഷിപ്പിക്കരുത്. വഴി വിടരുത്, വഴി മാറരുത്. ആ സിംഹാസനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാകുന്നത് പോലെ നാം ആദ്യം ചെയ്യണം, നാം ഒന്നാകണം. എന്നിട്ടേ ഈ പറഞ്ഞ രണ്ടാം പ്രോസസ്സിലേക്ക് കിടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യമുണ്ട്. നാം ഒന്നാകണം, പിന്നത്തേതിൽ നാമും ഈ പറഞ്ഞ ലെവലിലേക്ക് എത്തിച്ചേരണം. നമ്മൾ 4 പേരും കൂടി എത്ര ഭാഷയാ, അല്ലെങ്കിൽ എത്ര അഭിപ്രായം, എത്ര ഒപ്പീനിയൻ? നാം 4 പേരും കൂടി 4 ഒപ്പീനിയൻ അല്ലേ? നമുക്കൊരു ഏകതയുണ്ടോ? നമുക്ക് ഏകദേശം ഒരു അടുപ്പമുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചാൽ
എഫേസ്യ ലേഖനം 3:6. അപ്പൊ നാം ഒന്നാകണമെന്ന് ഉള്ള വിഷയം പറയാൻ പോവാം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും വാസത്തിൽ പങ്കാളികളും ആകണമെന്നുള്ളത് തന്നെ. അവരുടെ ബൈബിളിലെ ഗോൾഡൻ വേർഡ് ആണത്. അണ്ടർലൈൻ ചെയ്തോളുക. നമ്മൾ വേറെയൊക്കെ കേട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാ. ഇത് അതിലും വലിയ ഗോൾഡൻ എനിക്ക്. വായിച്ചോ ഒന്നുകൂടെ. ജാതികൾ സുവിശേഷത്താൽ അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും. അപ്പൊ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശി ആകാനുള്ള മുഖാന്തരത്തിന്റെ കാര്യം അല്പം മുമ്പ് പറഞ്ഞു. എന്താ പറഞ്ഞത്? സുവിശേഷ നിമിത്തം നാം യേശു ക്രിസ്തുവിൽ കൂട്ടവകാശികൾ. യേശു ക്രിസ്തുവിൽ യേശുവിന് എന്തെല്ലാം ആസ്തി ഉണ്ടോ, അവനിൽ എന്തും മഹത്വമുണ്ടോ, അവനിൽ എന്തെല്ലാം ഉണ്ടോ, അതിന്റെ എല്ലാം ഞാൻ ആരാ? കൂട്ടവകാശി. എത്ര കേസിന് അതെങ്ങനെ ഇടയ്ക്ക് ഏസിയൊക്കെ ഓഫ് ചെയ്തൊക്കെ പഠിക്കണം. വല്ലപ്പോഴൊക്കെ ഓഫ് ചെയ്തല്ല, മുമ്പ വെയിലത്തൊക്കെ ഓഫ് ചെയ്തൊക്കെ ഇരുന്ന് ടെസ്റ്റ് ചെയ്തു പോകണം. അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഗ്ലോറി വരുമോ? ഇപ്പോഴും എന്റെ മാതൃസഭയിലുള്ള ഒരു പ്രിയ സഹോദരനോട് ഇരിപ്പുണ്ട്. ഇപ്പൊ വന്നുള്ളൂ അദ്ദേഹം. ഞങ്ങളുടെ മാതൃസഭ എന്ന് പറഞ്ഞ അസംബ്ലി സോഡിലെ 2ാമത്തെ സഭയാണ് എസിബിറ്റ് ചെയ്തത്. ഞാനിടയ്ക്ക് തമാശക്ക് പറയാറുണ്ട്, സൗരങ്ങളെ സൂക്ഷിച്ച് അടിക്കണോ, അതൊക്കെ അടിക്കേണ്ട ഒരു സമയം വരുമല്ലോ. അന്നേരം എന്റെ ക്ലാമ്പ് ഒന്നും കളയരുത്. നാം ഓരോരുത്തരും അവിടെ പോകുമ്പോൾ ഏത് ബ്ലോക്കിലാന്ന് ആക്കണേ. അപ്പൊ അവിടെ നല്ല ചൂടല്ലേ, ഈ സാധനം പിടിപ്പിക്കണ്ടേ. അപ്പൊ ഇത് അതാത് സ്ഥലങ്ങളിൽ ഫിക്സ് ചെയ്യാൻ പാകത്തിന് ക്ലാമ്പും ബോൾട്ടൊന്നും കളയാതെ സൂക്ഷിക്കണമെന്ന് ഈ ഇടയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് ഒരു പരിഹാസമായിരിക്കും അല്ലേ? പറയാതെ തരമില്ല സൗകര്യങ്ങൾ, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വിഷയം വരുന്നത് എസിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ വെറുതെ ടൈപ്പ് പോകും. അതതിന്റെ പാട്ടിനെ പോലെ. അപ്പോ നാം വായിച്ചതിലേക്ക് പോവാം. എഫേഷ്യൻസ് 3:6. കൂട്ടവകാശികളും കേട്ടോ, സുവിശേഷം നിമിത്തം നാം ഒരു ശരീരമാകണം. അടക്കമുണ്ടോ? ഇത് പറഞ്ഞപ്പോഴായി ഞങ്ങളുടെ എസി ചർച്ചക്കാര് എല്ലാം കൂടി 21 ദിവസം ഉപവാസം. നാളെ ഞങ്ങൾ കലാശപ്പോട്ട് നടത്തി 21 ദിവസം. ഞങ്ങൾ ധാന്യവും വീഞ്ഞും വർദ്ധിക്കാൻ വേണ്ടി 21 ദിവസം ഇരുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല. എഫേസ്യ ലേഖനം അതൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് തപ്പി തടയുകയൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളൊക്കെ തെരഞ്ഞു പിടിച്ച് കിടക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും നടക്കുമ്പോഴും കാറിലിരിക്കുമ്പോഴും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ കാര്യം നടക്കത്തുള്ളൂ. വല്ലതും പിടികിട്ടിയോ? അങ്ങനെ ഒരു വാക്യമുണ്ട്, യൂദ കെട്ടിഞ്ഞാന്ന്. പല വാക്യങ്ങളുണ്ട് ഇതിനകത്ത്. അവസാനം നാമും കെട്ടിഞ്ഞാന്ന് പോകുന്നുള്ള പിടിയില്ലാത്ത. ഇതൊന്നും ഒരാളുടെ കഠിനപ്പെടുത്തില്ല ഈ വാക്യം. ഇത് എത്ര കോടി രൂപയുടെ ഒരു 10,000 ഇവിടെ തിരുവനന്തപുരത്തൊരു വിദ്വാനുണ്ടല്ലോ, ചങ്ങാതി പത്മനാഭൻ. അങ്ങയുടെ അറയെന്ന് തുറന്നപ്പോ എത്ര കോടി കിട്ടിയെന്നാ കേട്ടത്? 1,00,000 കോടി. അങ്ങനെ എന്തോ ഒരു കോടി. ആ കോടിയേക്കാൾ വില മതിക്കുന്ന കോടി ഇതിനകത്തോട് വായിച്ചാൽ ഈ 3ന്റെ ആൾ. ആ ചങ്ങാതിക്ക് എണ്ണിയാൽ തീരുന്ന കോടിയല്ലേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ കയ്യിൽ എണ്ണിയാൽ തീരുന്ന കോടിയാണോ ഉള്ളത്? അവനുള്ള സകലത്തിന്റെ അവകാശി അവന്റെ കാന്തയാണ്. കാന്തയാകണം. കാന്തയാകണം. ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ഏക ശരീരസ്ഥരാകണം. എഫേസ്യ ലേഖനം 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്നതല്ല പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന എന്നാ? ചാക്കോച്ചന്റെ മോളിൽ ഇങ്ങനെ നിൽക്കുന്നു, വയസ്സ് 30 കല്യാണം നടന്നിട്ടില്ല. ഓക്കെ, അവളെ കെട്ടിക്കണം. പേര് ഈ 5 വിധ പുള്ളികൾ അതിനുവേണ്ടി ഓടിയെടുക്കണം അവളെ കെട്ടിക്കാൻ. പിന്നെ അവളാച്ചന്റെ മോൻ ഇങ്ങനെ നിൽക്കുന്നു. അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പൊ അവൻ ഇന്ന് കയറ്റി കൊടുക്കണം 7 കടലാ. അതിനുവേണ്ടി 5 വിധ പുള്ളികൾ റെഡി. പിന്നെ അടുത്തത് കുര്യാക്കോസ് അച്ചായന്റെ മോൻ, അവന് ഗൾഫ് വരെ കിട്ടാവുന്നത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നു പോകും. അതിനുവേണ്ടി
ഇതിനു വേണ്ടിയാണോ ഈ 5 പുള്ളികളെ തെരഞ്ഞെടുത്തത്? 12 മുതൽ 16 വരെ വായിക്കാമോ ദയവായി? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കുമാകുന്നു. ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നതാണ് അതിന്റെ സഭ. ആ സഭയുടെ ആത്മീയ വർദ്ധനവിന് മാത്രമാണ് ഈ 5 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ നാം ഈ മനുഷ്യരുടെ ചതിയാലും മാനത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ ശിശുക്കളായിരുന്നാൽ എന്തായിരിക്കും ഗുണം? ശിശുക്കളായിരുന്നാലും ഗുണമില്ലേ? അതെന്താ വായിച്ച ഗുണം? അലഞ്ഞുഴലും. അതൊരു സുഖം കേട്ടോ. അതിന് എല്ലാത്തിനും അതിൻ്റെതായ സുഖങ്ങളില്ല. എല്ലാത്തിനും അതിൻ്റെതായ സുഖങ്ങളുണ്ട്. ഇപ്പൊ കള്ളു കുടിക്കുന്നവരോട് ചോദിക്കുക, സഹോദരാ ഇങ്ങനെ കള്ളു കുടിച്ച് ഈച്ചയാർന്ന് ഇങ്ങനെ വഴിസൈഡിൽ നായയൊക്കെ തക്കിക്കളെ, അതിനകത്ത് ഒന്നൊരു സുഖം പാസ്റ്റർ എന്ന് പറയില്ല അവര്. അതുപോലെ ഈ അലഞ്ഞുഴുന്നതിൽ ഉഴലുന്നതിലും ഒരു സുഖമുണ്ട്. ഞങ്ങളുടെ ഒരു സ്നേഹിതനുണ്ട് പെരുമ്പാവൂർ. അദ്ദേഹം ഈ ഞായറാഴ്ച ആരാധന കൂടുന്നത് ഒരുപക്ഷെ കരവാളൂരായിരിക്കാം, അടുത്ത ഞായറാഴ്ച ആരാധന കൂടുന്നത് പത്തടിപ്പാലത്തായിരിക്കാം, പിന്നത്തെ ഞായറാഴ്ച ആരാധന കൂടുന്നത് ഹെബ്ബാളിൽ ബാംഗ്ലൂരിലായിരിക്കാം, പിന്നത്തെ ഞായറാഴ്ച ആരാധന കൂടുന്നത് നാഗമ്പടത്ത് കോട്ടയത്തായിരിക്കാം. കാരണം എന്താണെന്നറിയാമോ? പുള്ളിയുടെ പോകറ്റി കാറ് ബസ്സിൽ കയറി പോവാൻ അല്ലെങ്കിൽ കാർ ഓടിച്ചു പോവാൻ. അതൊരു അടലിലും ഉഴലിലും. കാരണം എന്താ? ശിശുവിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് അപ്പൊ ഈ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ എവിടം വരെ വളർത്തണം? ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ വല്ലതും കൊടുക്കണ്ടയോ? എല്ലാം മുട്ടയിൽ ഇഴയാകും. വിശ്വാസ ലോകം മുഴുവൻ മുട്ടയിൽ ഇഴയുന്ന കാലം. പക്ഷെ കൺവെൻഷൻ മുടക്കി നടക്കുന്നുണ്ട്. പിന്നെ കോൺഫറൻസുകൾ, ആ പരിപാടി ഈ പരിപാടി എല്ലാം മുറക്കി നടക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾ എന്നും ഇഴയുക. ഈ നടക്കുന്നിടത്തൊക്കെ പലതും പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നൊക്കെയുണ്ട്. അത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഈ പേജിൽ നിന്ന് വിരൽ വിടാതെ 2 Corinthians 2:17 പോകണം. വേഗം തിരിച്ചുകൂടെ വരണം, വഴി തെറ്റിപ്പോകരുത്. 2 Corinthians 2:17 പോകണം. ഈ വഴി നീളം നടക്കുന്ന കാര്യങ്ങൾ എന്താ പറയണ്ടേ? അതുപോലെ 2 Corinthians 2:17 ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. ഞങ്ങൾ ദൈവവചനത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിത്യമായ സ്ഥിരമായ വചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. കൂട്ടുചേർക്കുക എന്ന് പറഞ്ഞാൽ മായം ചേർക്കുന്നത് എന്തായിരിക്കും? പാലിനകത്ത് എന്തായിരിക്കും മായം ചേർക്കുന്നത്? പാലിനകത്ത് വേറെ മോശമായ സാധനം ചേർക്കാൻ പറ്റില്ല. വെള്ളം എത്രത്തോളം ഒഴിക്കുന്നതോളം അതിന്റെ ഗുണം എത്രത്തോളം കൂടുവാണോ കുറയുവാണ്. പാലിന്റെ കട്ടി കുറയ്ക്കാൻ നമുക്ക് ഏത് നിലയിൽ കൈകാര്യം ചെയ്യാം? പാലിന്റെ കട്ടി ഒന്ന് കുറയ്ക്കണം. എന്ത് ചെയ്യണം? ഇത്തിരി പാലും കൂടെ ഒഴിച്ചാലോ? അപ്പൊ വചനം പ്രസംഗിക്കുമ്പോ ഉപദേശം ഇത് കട്ടിയാണ്, അത് ഇത്തിരി കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ചേർക്കണം? അപ്പൊ വെള്ളം ചേർക്കണം. ഇത്തിരി വചനം കൂടെ ഇട്ടാലോ പിന്നെയും കൂടുതലല്ലോ. വചനം പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല. അനേകരെ പോലെ അല്ല. അനേകരെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മാമകത്തൊക്കെ എങ്ങനെയാ കണക്കൂടുന്നത്? 2-3 പേരുന്നാണ്. പിന്നെ ഇന്ന് ഇങ്ങനെ ഇരുത്താനാണ് പ്ലാൻ ദൈവത്തിന്റെ. ഇങ്ങനെ ഇരുത്തി കേൾപ്പിക്കുക. അവളോട് കൃത്യമായി സംസാരിക്കാൻ മരുഭൂമി കൊണ്ടുപോയി കേട്ടിട്ടില്ലേ? ഇതിന് സഹിക്കുന്നില്ലെങ്കിൽ എന്റെ കർത്താവേ, ഇതിലും വലിയ മരുഭൂമിയിൽ എങ്ങനെ ഇരിക്കും നമ്മൾ? കൊണ്ട് കേട്ടോ കാര്യങ്ങൾ. അതെ, ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. അനേകരെ പോലെയല്ല. അപ്പോ അനേകർ ഈ കാലങ്ങളിൽ ദൈവവചനത്തിൽ എന്ത് ചെയ്യുന്നു? അപ്പൊ ഈ മായം ചേർത്ത സാധനം കഴിച്ച് നമ്മുടെ ശിശുക്കളുള്ള അല്പം മുമ്പ് ഈ ബസ്സിലേക്ക് പോലെ നമ്മുടെ ശിശുക്കളൊക്കെ ഇത് കഴിച്ചപ്പോ എന്തായി? തലയോളം. എപ്പോഴും ഹോസ്പിറ്റലിലാണ്, ഡിസെൻട്രിയായി, അതായി ഇതായി, ഈ മായം ചേർത്തതെല്ലാം തിന്ന് എന്നെ ഇന്ന് വരാത്തത് ഒരു സുഖമില്ല.
എന്താ ഇന്നലെ കാണാതിരുന്നത്? ഓ, ഈ സൈഡിൽ ഒരു ചെറിയ എന്താ മിനിക്കാതെ കാണാഞ്ഞത്? ഓ, അതൊന്നും പറയണ്ട പൊന്നേ. ഈ സൈഡില് ഇതെല്ലാം അകത്ത് കയറുകയല്ലേ, ഈ ജഡത്തിന്റെ ഈ കൂട്ടുചേർന്ന സാധനങ്ങളൊക്കെ. പിന്നെ എന്ത് പുഷ്ടി ഉണ്ടാവും? ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പുഷ്ടിയുണ്ടോ? പുഷ്ടി ലഭിക്കുന്ന ശക്തി അന്തർലീനമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാകത്തേക്ക് കയറണം. അല്പം പോലും കൂട്ടിച്ചേർക്കാതെ മായമില്ലാതെ അകത്തേക്ക് കടന്നാൽ എന്തായിരിക്കും? നിവർന്നൊക്കെ നിൽക്കും. സാത്താന്റെ നേരെ കൈ വിടും. അത് സാത്താൻ അറിയാം. അതുകൊണ്ട് നിവരരുതാരും ആരും നിവരുന്നതാണ് ഇഷ്ടമല്ല. ഇനി നമുക്ക് എഫെസ്യർ വായിക്കാം. തലയോളം വളരണം. അത് കഴിഞ്ഞ് ഇതാകട്ടോ നമ്മൾ പറഞ്ഞു വരാൻ പോകുന്ന കാതലായ വിഷയം. ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർദ്ധനയ്ക്കായി അവരിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ നാം രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ പലരായി നാം ഇനി റോമാലേഖനം 12:5 വായിച്ച്. റോമൻസ് 12:5. അടുത്തത് ഫസ്റ്റ് കൊരിന്ത്യൻസ് 12:12. 1 കൊരിന്ത്യർ 12:12 കൂടെ. റോമാലേഖനം 12:5. റോമൻസ് 12:5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും നമ്മിൽ അവയവങ്ങളുമാകുന്നു. എല്ലാവരും നമ്മിലല്ല, തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഓക്കെ. ഇനി 1 കൊരിന്ത്യർ 12:12. ശരീരം ഒന്നും അതിന് അവയവം പലതും. ശരീരത്തിലെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്ന പോലെ ആവുന്നു ക്രിസ്തുവും. പലരായ നാം ഏക ശരീരസ്ഥരാകണം. പലരായ നാം ഒരു ശരീരമായി മാറണം. ആ ശരീരത്തിന്റെ ഒരു നേച്ചർ. കൊലോസ്യർ 1:18. കൊലോസ്യൻസ് 1:18. കൊലോസ്യർ 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. അവൻ ഈ ശരീരത്തിന്റെ തലയാരാ? ക്രിസ്തു. ഈ തേജോമയമായ ഈ ശരീരത്തിന്റെ തല യേശു ക്രിസ്തു. പലരായ നാം ഒരു ശരീരമാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു ഉടനെ നമ്മളെ ശരീരമായി രൂപാന്തരപ്പെടുത്തുന്നുമില്ല. ശരീരമായി രൂപാന്തരപ്പെടണം. ആ വായിച്ച ഭാഗത്ത് അതിന് യോഗ്യമായ നിലയിലാണ് എഴുതിയിരിക്കുന്നത്. ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ അവയവങ്ങളെ അതാത് സ്ഥലങ്ങളിൽ കൃത്യമായി പ്ലേസ് ചെയ്യണം. ഈ കാണുന്ന വിരൽ ഇതിരിക്കേണ്ട പ്ലേസ് എവിടെയാ? ഇവിടെയാ. ഇത് ഇവിടെ തന്നെ എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. ഇതിന് പകരം ഈ വിരൽ കൊണ്ടുപോയി മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും? അത് ഒപ്പ് വേണം. ശരിയാവോ? വിരയാണല്ലോ. അത് വെക്കേണ്ട സ്ഥാനത്ത് അതിനൊരു റൈറ്റ് പ്ലേസ് ഉണ്ട്. അവിടെ വെക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്ന ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണമൊന്നുമില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്ന ഒരു വ്യക്തി ഈ കാണുന്ന ഇത്രയും നീളം ഇത് അവറാത്തിനാണെന്ന് വിചാരിക്കുക. ഇവിടെ മുതൽ താഴേക്ക് ശോശാമ. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നത് നിങ്ങൾ ബോറടിക്കുന്നു ഞാൻ പറയുന്നത്. ഉണ്ടെങ്കിൽ കൈ വെക്കണം കേട്ടോ. കൈ വെക്കാൻ ഞാൻ പ്രസംഗം നിർത്തില്ല, സമയം പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ലെങ്ത് ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിരിക്കുന്ന നല്ല പോക്കറ്റൊക്കെ വീർത്തിരിക്കുന്ന അവറാച്ചായന്റെയാ നീളം. അവറാച്ചായന്റെ നീളം കണ്ടോ? കുറേ നീളമുണ്ട്. ഇത് ശ്വാസാമ ഇത്രേ നീളമുണ്ട്. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു മറുഭാഷ തന്നെ പറയുന്നുള്ളൂ, വേറെ ഒരു ഭാഷയും പറയുന്നില്ല. അതെല്ലാം ഓക്കെ. നീളം എത്രയുണ്ട്? ഈ 5 വിധ പുള്ളികൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വ്യക്തി ആ സഭയുടെ ആള് ശോശാമയും അവറാച്ചനൊക്കെ സഭയിലേക്ക് വന്നിരിക്കുന്നു. പലരും വരുന്നുണ്ട്. ചാക്കോച്ചായ വരുന്നുണ്ട്, പിന്നെ മറ്റേ പാപ്പച്ചൻ വരുന്നുണ്ട്, തൊമ്മച്ചൻ വരുന്നുണ്ട്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. പല നിലകളിലുള്ള പുള്ളികളാ. നീളം ഏറ്റക്കുറച്ചിലുകളുണ്ട്. ചില പുള്ളികൾക്ക് ഇതിന് ഡബിൾ വരും. ഇപ്പൊ നമുക്ക് അവറാച്ചന്റെ നീളം നോക്കാം, ഇത്രയുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, പിതാവേ അവറാച്ചനെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. ഈ മോളിൽ പറഞ്ഞ 5 വിധ പുള്ളികൾ അങ്ങനെ ചോദിച്ചപ്പോ പിതാവ് പറഞ്ഞു അവറാച്ചന്റെ നീളം വെളിപ്പെടുത്തി കൊടുത്തു. ഇത്രയുണ്ട്. ഓക്കെ. അവറാച്ചനെ എവിടെ ഫിക്സ് ചെയ്യണം പിതാവേ? യുക്തമായി എവിടെ അവറാച്ചനെ ഞാൻ പ്ലേസ് ചെയ്യണം? അവറാച്ചനെ എവിടെയാ വെക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത്? അപ്പൊ പറഞ്ഞു, പിതാവ് പറഞ്ഞു, എന്റെ ശരീരത്തിന്റെ ഭാഗമായ ഈ ചെറുവിരലിൽ, ഈ ചെറുവിരലിൽ എത്ര അസ്ഥിയുണ്ട്, എത്ര പീസ് ഉണ്ട് ഇതിന് കണ്ടോ? ഇതാണ് ചെറുവിരൽ. ഇതിന് 3 ഒടിവുണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലോ ഇതില്. ഇതിന് 1, 2, 3 കഷ്ണമായി. ഇതൊക്കെ തൊലിയെ കുഴിച്ചു നോക്കണം.
അപ്പൊ കാണാം 3 പീസ്. 1, 2, 3. ഇതിനകത്ത് 3 കഷ്ണങ്ങളാണ്. അപ്പൊ ഇതാരാണ് ഈ പീസിലിരിക്കുന്നത്? അവറാച്ചൻ. ഇതാരാണ്? ശോശാമ. ഇത് ചാക്കോച്ചൻ. ഇത് വെളുത്ത ശോശാമ, ഇത് കറുത്ത മറിയാമ്മ, ഇത് ചുവന്ന നിറമുള്ള യൂറോപ്പുകാരി ഹിലാരി ക്ലിന്റൺ ആയിക്കോട്ടെ. അങ്ങനെ ഈ പല സ്ഥലത്ത് കിടക്കുന്ന പുള്ളികളെ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് ഫിക്സ് ചെയ്യണം. ഫിക്സിങ്ങിന്റെ രീതി പറയാൻ ഇത്രയും പറഞ്ഞത് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ അവറാച്ചനെ ഫിക്സ് ചെയ്യണം. ഇപ്പൊ അവറാച്ചന്റെ നീളം എന്താ? ഈ അവറാച്ചനെ കൊണ്ടുവന്ന് സഭയുടെ ഇവിടെ കൊണ്ടുപോയി സഭയാ ശരീരത്തിന് ഇവിടെ പിടിപ്പിക്കാന്ന് വിചാരിച്ചോ. അപ്പൊ ആ സഭയാ ശരീരം നടന്നു പോയാൽ എങ്ങനെയിരിക്കും? ആ വേറെ തറയുടെ വരയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അവറാച്ചനെ കസേര കൊടുത്ത് അവിടെ ചായ വന്നാട്ടെ, ഇരുന്നാട്ടെ. ചായയാണ് കുടിക്കുന്നത്. ഈ പത്തനാപുരത്തിന് സഭയിൽ ചെന്ന ഒരു സഭ എന്നാ പറയുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ ചോദിക്കരുത്. അത് ദിവ്യ രഹസ്യങ്ങളാണ്, വെളിപ്പെടുത്തത്തില്ല മാർമ്മങ്ങൾ. അപ്പൊ അവിടുത്തെ ആ പാസ്റ്റർ പ്രിയപ്പെട്ടവൻ അവിടെ ഒരു അച്ചായനുണ്ട്. അച്ചായന്റെ പേരിന് ഒരു നിക്നെയിം അല്ല, അവരുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പേര് കൂട്ടിയ അച്ചായൻ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഡാഷ് അച്ചായൻ പ്രാർത്ഥിച്ചാട്ടെ. അതിന് അച്ചായന് മാത്രം ബഹുമാനം. തമ്പിച്ചായന് പ്രിയപ്പെട്ടല്ലോ, പുള്ളിക്ക് തന്നെ ബഹുമാനമുണ്ട്. അപ്പൊ അടുത്ത് പറയുമ്പോൾ തമ്പി പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറയും. അത് യോഗ്യമല്ല. പറയുമ്പോ രണ്ടുപേർക്കും ബഹുമാനം കൊടുക്കണ്ടേ. ഈ ഡാഷ് അച്ചായൻ മാത്രം ബഹുമാന്യനാകുക എന്ന് പറഞ്ഞാൽ അത് യോഗ്യമല്ല. ഡാഷ് അച്ചായൻ 4 ഹോട്ടലുണ്ട്. ഒരു ഹോട്ടൽ ദുബായിലുണ്ട്. കാര്യം മനസ്സിലായോ? അച്ചായൻ 4 ഹോട്ടലുണ്ടെന്നോ ദുബായി ആണെന്നോ അബുദാബി ആണെന്നോ അതൊന്നും ഈ പുസ്തകത്തിന് വിഷയമല്ല. ഈ ഡാഷ് അച്ചായൻ നീളം ഇത്രയുണ്ട്. ഈ പുള്ളിയെ ഇവിടെ പ്ലേസ് ചെയ്യണം. നിങ്ങളുടെ കാര്യം കേട്ടോ ഈ പറയുന്നത്, വേറെ ആരുടെയും കാര്യമല്ല. മാമംഗലത്തെ ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവരുടെ കാര്യം പറയുന്നത്. ചാക്കോച്ചൻ അവറാച്ചെന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. നിങ്ങളുടെ കാര്യം തന്നെയാ പറയുന്നത്. നീളം ഇത്രയും ഉണ്ട്. അപ്പോ ഇവിടെ ഫിക്സ് ചെയ്യാനുള്ള പെർമിറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിന്റ് കിട്ടി. ലോക സ്ഥാപനത്തിന് മുമ്പേ ചാക്കോച്ചന് ഫിക്സ് ചെയ്യുന്ന പ്ലേസ് അന്നേ വേക്കന്റ് കിടക്കുക. അത് ഇവിടെയാണ്. അപ്പൊ ചാക്കോച്ചന് എന്ത് ചെയ്യണം? ഈ 5 വിധ ശുശ്രൂഷകന്മാരായ കക്ഷികൾ എന്ത് ചെയ്യണമെങ്കിൽ ചായയാണോ വേണ്ടത്? അതേ കൊക്കക്കോളയാണോ വേണ്ടത്? അങ്ങനെയാണോ? പിന്നെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പറ. പ്രായമുള്ള അച്ചായന്മാർക്കും പറയാം. നിങ്ങളുടെ കൊച്ചുപോലെ പ്രായം എനിക്കുള്ളൂ. ദയവായി പറയാം. എന്ത് ചെയ്യണം? അവറാച്ചനെ ചെറുതാക്കണം. അതാണ് കറക്റ്റ്. വേറെ ആർക്കും തോന്നിയില്ലോ പറയാൻ. ചെറുതാകാൻ പ്ലാനില്ലാന്നോട്ടാ പറയാറുണ്ട്. ഒരാൾക്ക് ചെറുതാകാൻ പ്ലാനില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലല്ലേ പറയുന്നത്, നിന്റെ വാക്കുകളാൽ തന്നെ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ തന്നെ നീ കുറ്റം വിധിക്കപ്പെടുകയും അയ്യോ വാവിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ചെറുതാകണമല്ലോ എന്ന് പറഞ്ഞില്ല. യോഗൻ ഞാൻ അങ്ങനെയല്ലായിരുന്നു. അവരെ വളരണം. അതുകൊണ്ട് ആ പ്രിയ അച്ചായൻ പറഞ്ഞത് ചെറുതാക്കണം. വേറെ എന്തെങ്കിലും പോംവഴി ഉണ്ടോ അച്ഛാ? കുറുപ്പുവഴി എന്തെങ്കിലും ഉണ്ടോ? അല്ല എന്തെങ്കിലും അറിയാമുണ്ട് ഈ പറഞ്ഞ പരിപാടി അല്ലാതെ വേറെ ഏതെങ്കിലും നിലയിൽ ചെറുതാക്കാനോ പ്രസ് ചെയ്യാനോ അങ്ങനെ പറ്റുമോ? അങ്ങനെ അടച്ചിരുത്തിയാലൊന്നും ഇതൊന്നും അങ്ങനെ പാഴ്ചി അതും കുഴപ്പമാ. ഈ പാഴ്ചിക്കും കുഴപ്പമാ. ഒരൊറ്റ വഴി, ആ പറഞ്ഞ വഴി പ്രിയ സഹോദരൻ പറഞ്ഞ ആ ഒറ്റ കാര്യമില്ലാത്ത കാര്യമില്ല. ചെറുതാണ്. ഒറ്റ ദിവസം കൊണ്ട് ചെറുതാക്കാൻ പറ്റുമോ? ചിലപ്പോ പറ്റും. അവറാച്ചൻ സമർപ്പണത്തിലേക്ക് വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പരിപാടി ശരിയാക്കാം. അത് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഒരാഴ്ച പിടിക്കും, 1 മാസം പിടിക്കും, ചിലപ്പോൾ 1 വർഷം പിടിക്കും, ചിലപ്പോൾ 5 വർഷം, ചിലപ്പോൾ 10 വർഷം, ചിലപ്പോൾ 80 അവറാച്ചൻ പോകും. 100 വർഷം ആയാലും ചിലപ്പോൾ കാര്യം നടക്കണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഞങ്ങൾ ഒറ്റ വെട്ട് ഈ വാളെടുത്ത് പക്ഷെ അവറാച്ചന് അറിയാത്ത രീതിയിൽ ഒരു വെട്ടം കിട്ടും. അങ്ങനെ പീസ് പോയി. ഇത്ര നീളം കൊടുക്കും. അങ്ങനെ 6 മാസം പോയി. പിന്നെയും അടുത്ത വെട്ട്, പിന്നെയും അടുത്ത വെട്ട്. ഈ വെട്ട് മാത്രമല്ല, വേറെ ദൈവം വെട്ടുന്ന വെട്ടമുണ്ട്. ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ വെട്ടും. അത് നാളെ അല്ലെങ്കിൽ നാളെ വൈകിട്ട്, നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകിട്ട് ആ വെട്ടിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ പല നിലകളിൽ അവറാച്ചനെ വെട്ടുന്നു, ചിന്തയിടുന്നു, പോളിഷ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, ചെയ്യുന്നു. ഒടുവിൽ ഈ കറക്റ്റ് സൈസിലേക്ക് അവറാച്ചൻ വരുന്നു.
അന്നേരമാണ് ദൈവസന്നിധിയിൽ ഒരു മുട്ടുകുത്തിയിട്ട് രണ്ട് കൈയിൽ പിടിച്ചിട്ട് ഒരു കാര്യം പറയോ അവരാച്ചൻ. എന്താ പറയുന്നറിയോ? അടിയടിതാതൊരു പാട്ട് പാടും. അതുവരെയോ അതുവരെ വെറും അഭിനയം. അന്നേരം അവരാച്ചൻ വാസ്തവമായി ഹൃദയത്തിൽ നിന്ന് പറയുന്നത്, പിതാവേ, നീ എന്നെ തകർത്തില്ലായിരുന്നെങ്കിൽ, നീ എന്നെ ഉടച്ചില്ലായിരുന്നെങ്കിൽ, എന്റെ ജഡത്തെ ക്രൂശിക്കാൻ എന്നെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മഹത്വപൂർണ്ണയായ ശരീരത്തിന്റെ ഭാഗമാകത്തില്ലായിരുന്നു. കർത്താവേ, എന്നെ ഇക്കിളിപ്പെടുത്തുന്ന പ്രസംഗയുടെ പുറകെ ഞാൻ നടന്നു. അവരെന്റെ വാലും തലയാക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ മെസ്മറിസത്തിൽ, സൈക്കോളജിയിൽ കൊണ്ടു നടന്നു. ഈ സത്യവചനം സത്യമായിട്ട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. ഇതല്ലാതെ വേറെ വഴിയില്ല. ആ പ്രാചനെ ചെറുതാക്കണം, ആ പ്രാചന ഇവിടെ വരണം. തൊട്ട് പുറയിരിക്കുന്ന ചാക്കോച്ചനെ കാണുമ്പോ ആ പ്രാചന എന്ന് പറയുന്നവരോ, എന്റെ പ്രിയ സഹോദരൻ ചാക്കോച്ചൻ, അവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാനുള്ള ആ ഒരു നിലയിലേക്ക് അവരാചന വരും. തന്റെ കൂട്ട സഹോദരന് തന്നെക്കാളും ഇവിടെ ഒരു കൊതുകിരിക്കുന്നു, ഇത് ചാക്കോച്ചനാണ്. അവരാചന എന്ത് ചെയ്യും? അവിടെ നിന്ന് കഴിക്കേണ്ടത് വിചാരിക്കും. നാച്ചുറൽ പ്രോസസ് ചിന്തിച്ച് ഇവിടെ കൊതിയിരിക്കുന്നു, ഈ അവരാജൻ എന്ത് ചെയ്യും? കടിച്ചോട്ടെ എന്ന് വിചാരിക്കോ? അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല. നമുക്ക് അങ്ങനെ പ്ലാൻ ഉണ്ടോ എന്നുള്ളതാണ് ഈ രാത്രിത്തെ ചോദ്യം. ഈ നിലയിലേക്ക് പലരായ നാം, യേശുവിന്റെ തങ്ക ചോര നിമിത്തം വീണ്ടെടുപ്പ് ലഭിച്ച നാം, ആ പിതാവിന്റെ മക്കളെന്ന നിലയിൽ, സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിൽ പുത്ര സ്വീകാര്യം ലഭിച്ച നാം ഒരപ്പന്റെ മക്കളാണ്. പിരിയാബന്ധം മരണത്തിൽ നമ്മെ പിരിക്കാൻ കഴിയത്തില്ല. മരണത്തിൽ പിരിക്കാൻ കഴിയും സൗകര്യം. നാം തമ്മിലുള്ള ബന്ധം എന്ന് അവസാനിക്കും? പറഞ്ഞാട്ടെ, എന്ന് അവസാനിക്കും? നാം തമ്മിലുള്ള ബന്ധം എന്ന് അവസാനിക്കും? അത് അവസാനിക്കത്തില്ല. ഈ ബന്ധം അവസാനിക്കത്തില്ല. ഇത് പിരിയാബന്ധമാണ്. ഇത് യുഗകാലം നാം ഒരുമിച്ച് വാഴേണ്ടതാണ്. വാഴണമെങ്കിൽ നാം ഈ നിലയിലേക്ക് വരണം. നാം ഈ നിലയിലേക്ക്, പിതാവിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് നാം മടങ്ങി വരണം. അപ്പന്റെ സ്വപ്നം പൂർത്തീകരിക്കണം. 2 കൊരിന്ത്യർ ഒരു 10 മിനിറ്റ്. 2 കൊരിന്ത്യർ 11-ന്റെ 2-3 വാക്യം. 2 Corinthians 11 chapter 11 verse 2 and 3. 2 കൊരിന്ത്യർ 11-ന്റെ 2-3. ദൈവത്തിന്റെ ഏകോലെയും ക്രിസ്തുവിന്റെ ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഭയപ്പെടുന്നതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കേട്ട് ഭക്ഷണമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് ഒന്നുകൂടെ വായിച്ച് സഹായിക്കണം. ഇടയിൽ നിങ്ങൾ പല ആക്ടിവിറ്റീസിൽ ഇടപെട്ട് പോയി ഒന്നുകൂടെ വായിക്കണം. ഞാൻ പൗലോസ് കൊരിന്ത്യരോട് പറയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ, കൊരിന്ത്യരെ, പലരായ നിങ്ങളെ, നിങ്ങൾ എന്നുള്ളത് ബഹുവചനമാണ്, പ്ലൂറൽ. പലരായ നിങ്ങളെ നിർമ്മല കന്യകകൾ എന്നാണോ, കന്യക എന്നാണോ? പലരായ നിങ്ങൾ ഇനി എന്താകണം? കന്യകകളായി വന്നിരിക്കുന്ന നിങ്ങൾ എന്താകണം? കന്യകയാകണം. എനിക്ക് എന്റെ വള്ളം, നിങ്ങൾക്ക് നിങ്ങളുടെ വള്ളം, ഞങ്ങൾ ആ വഴിക്ക്, നിങ്ങൾ ഈ വഴിക്ക്, അതൊന്നും കളി നടക്കില്ല കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ IPC, പിന്നെ ഞങ്ങൾ KPCC, ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡ്, പിന്നെ ഞങ്ങൾ സ്വതന്ത്രൻ, പിന്നെ ഞങ്ങൾ വേറെ, പിന്നെ ഞങ്ങൾ ഇങ്ങനെ. നിങ്ങൾ പ്രാർത്ഥിക്കും, നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യക. വെളിപ്പാട് പുസ്തകം 19:7. Revelation 19 verse 7. വെളിപ്പാട് പുസ്തകം 19:7. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നല്ലോ.
കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും സംഘത്താരും അവന്റെ കാന്തകളും സംഘത്താരും ഇരിക്കുന്നു. അവന്റെ കാന്തകളും കാന്തകളാണോ കാന്തയാണോ? അപ്പൊ പിന്നെ IPC ആണെന്ന് പറഞ്ഞേ, അപ്പൊ പിന്നെ ഞങ്ങൾ സ്വതന്ത്രരാന്ന് പറഞ്ഞേ, അപ്പൊ പിന്നെ ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡാന്ന് പറഞ്ഞേ, ഞങ്ങൾ യാജിയാന്ന് പറഞ്ഞേ, എങ്ങും എത്തത്തില്ല. സത്യമാണ്. പലരായ നാം ഒരു ശരീരത്തിന്റെ ഭാഗമായി ഏകീഭവിക്കണം. സ്വയത്തെ ഉടയ്ക്കണം. സ്വയത്തെ അവിടെ ആയിരുന്നു കയറി വന്ന് നിർത്തി അവസാനിപ്പിക്കാൻ പ്ലാൻ ചെയ്തത്. ആ വഴിക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമുക്കറിയാവുന്ന പാവം, കൊലപാതകം, പിടിച്ചുപറി, വ്യഭിചാരം, കൊള്ളിവെപ്പ്, അതിനേക്കാളും വലിയ കേസുണ്ട് പുസ്തകപ്രകാരം. അതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്കറിയാം അത് തെറ്റാണ്. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിന് വെളിയിലുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് തോട്ടത്തിൽ ആദമിലും ഹവ്വയിലും കടന്നു വന്ന സ്വയം. പിതാവിന്റെ ഇഷ്ടത്തെ അവർ ഓവർകം ചെയ്തു, അവർ ലംഘനം നടത്തി. ദൈവം എന്നെ പറഞ്ഞു, എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ പറഞ്ഞോ, എന്നേക്കുമായി അകന്നു പോകേണ്ടി വന്നു. അതുപോലെ നമുക്കും ചില അപകടങ്ങൾ സംഭവിക്കും. ഉത്തമഗീതം 6:9, Songs of Solomon chapter 6 verse 9, ആദ്യത്തെ ലൈൻ മാത്രം. ഉത്തമഗീതം Songs of Solomon. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. എന്റെ ഒന്നുകൂടെ, എന്റെ പ്രാവും എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളോ എന്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. 5-6 പേരുണ്ടോ? അത്രയും മതി അടക്കം. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവൾ ഒരുത്തി. കാന്തൻ പറയാണ്, അവിടങ്ങളിൽ ഭൂതലം മുഴുവൻ ചെതറിക്കിടന്ന എന്റെ സഭ, അവനിൽ ഈ പ്രത്യാശയുള്ളവർ. അങ്ങനെയല്ലേ 1 യോഹന്നാൻ 3:3 അല്ലേ? 1 യോഹന്നാൻ 3:3 വായിച്ചു. ഫസ്റ്റ് ജോൺ 3:3 ആണ് 4 ആണ്. 3:3 വായിച്ചു. അവന്റെ പ്രത്യാശ അവനിൽ ഏത് പ്രത്യാശ? ഇത്രയും നേരം പറഞ്ഞ ഈ ഏക ശരീരസ്ഥർ നാം അവനോട് സദൃശ്യന്മാരാകും. നാം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അന്തരം വിട്ട് ഒന്നായി ചേർന്ന് ആ സിംഹാസനത്തിലിരുന്ന നിത്യതയെ മുഴുവൻ വാഴും. അവരിൽ ഈ പ്രത്യാശയുള്ളവർ എല്ലാവരും തങ്ങളായിരിക്കും പോലെ തന്നെ തന്നെ ക്രമീകരിക്കുന്നു. അവരിൽ ഈ പ്രത്യാശയുള്ളവരുടെ കാര്യം ഇല്ലാത്തവരെ വിട്ടുകളാണ്. അവനിലുള്ള പ്രത്യാശ, അവൻ പറയാണ്, ഈ പ്രത്യാശയുള്ളതിന്റെ കാന്തയെ നോക്കി പറയാണ്, എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായുള്ളൂ ഒരുത്തി മാത്രം. ഏക സഭ, തിരുസഭ, മണവാട്ടി സഭ. 5-6 സഭയൊന്നുമില്ല കേട്ടോ. എല്ലാം ഒന്നാകണം. ഒന്നാകാനുള്ള തടസ്സമാരാ? തടസ്സം ഒത്തിരിയുണ്ട്. അതെല്ലാം പുസ്തകത്തിൽ എടുക്കണം നമ്മൾ. പക്ഷെ തടസ്സം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കാര്യം നടക്കത്തില്ല. ഇതല്ലാതെ വേറെ ലോ ഒന്നുമില്ല. ഇതാണ് പ്രമാണം. ഈ പ്രമാണത്തിലേക്ക് നാം എല്ലാം മടങ്ങി വരണം. അങ്ങനെ നാം മടങ്ങി വന്നെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. സിംഹാസനം അല്ലെങ്കിൽ സിംഹാസനം മരീചികയായി. സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തിനുള്ള സമയം അതിക്രമിച്ചു? കാന്തൻ വരുവാനുള്ള സമയം അതിക്രമിച്ചു. സമരങ്ങളെ അല്ല, നിങ്ങൾക്ക് ഇത് വീട്ടിൽ പോകാനുള്ളതല്ല. കാന്തൻ വരുവാനുള്ള സമയം. അതുകൊണ്ട് കാന്ത എപ്പോഴും പറയാണ്, ഞാൻ ഈ ശരീരത്തിൽ ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഈ കൂടാരത്തിൽ. പിന്നെ ഭയങ്കര ഞെരക്കം. എന്നിട്ടാണ് 1 മണിക്കൂർ കണ്ണാടിയിലെ മുമ്പിൽ നിന്നത്. ശരിയല്ലേ? എത്ര മണിക്കൂർ നിന്നു? ഈ ഇതിനകത്ത് ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഇതിന് മാത്രം എന്ത് മേക്കപ്പ് ചെയ്യാനാണ്? ഇട്ട് പോകട്ടെ കൂടാരം. പ്ലാനിലേ പോവാൻ. ഇവിടത്തെക്കാളും സുഖം അവിടെയാ. ഇവിടത്തെക്കാളും സുഖം അവിടെയാ. പ്രിയേ, പിതാവ് അവിടെയുണ്ട്. ഈ ദുഷ്ടലോകത്തിൽ എത്ര കാലം എന്താ നമ്മൾ വസിക്കുന്നത്? ഈ ദുഷ്ടലോകത്തിന്റെ അധിപതി
എല്ലാം വിട്ട് നമുക്ക് പോകണം വേഗം പ്രിയന്റെ നാട്ടിലേക്ക്. വേഗം നമുക്ക് പോകണം. നിങ്ങളിപ്പോ പറയുന്ന വീട് തേച്ചിട്ടില്ലെന്നാണ്. തേച്ച് കഴിഞ്ഞിട്ട് പോകാം. അത് കഴിയുമ്പോ പെയിന്റ് അടിക്കണമെന്ന് പറയോ? പിന്നെ പറയും ഓടാമ്പലും കുറ്റിയും കുളത്തും കൂടെ ഇട്ടിട്ട് പോകാൻ പാസ്. എന്നാ അങ്ങനെയാണ്. എന്നിട്ട് വരാൻ വഴി അറിയുമെങ്കിൽ പോരെ, ഞങ്ങളൊക്കെ പോക്കോളാം. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായുള്ളൂ. വലിയ വിഷയങ്ങൾ പറയേണ്ട വിഷയങ്ങളതല്ല. അത് പെട്ടെന്ന് പിടിയിട്ടില്ല. നിനക്ക് നമ്മുടെ എനിക്ക് പോകുന്നില്ല. കാഹളം ധ്വനിക്കോ, കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ഇതൊക്കെ വിഷയങ്ങളാ. അപ്പോ നമുക്ക് ഇനിയുള്ള സമയം എത്ര മണിക്കൂറുണ്ടെന്നാ പറഞ്ഞേ? ഉപദേശത്തിന് 1 മണിക്കൂറേ ഉള്ളൂ. ഈ 1 മണിക്കൂർ കൊണ്ട് എത്ര നീട്ടുണ്ടെന്ന് തമ്പുരാനെ വെളിപ്പെടുത്തി തരണമേ. മുറിക്കാനുണ്ട് ഉപദേശിയെ. വേറെ ആരുടെ കാര്യമില്ല, എന്റെ കാര്യം പറഞ്ഞത്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ വെട്ടാനുണ്ട്, എവിടെയൊക്കെയോ ചെത്താനുണ്ട്, എവിടെയൊക്കെയോ മിനുക്കാനുണ്ട്. അങ്ങനെ ചെത്തി ചെത്തി മിനുക്കി മിനുക്കി ഒടുവിൽ സൈസാകുമ്പോഴാണ് ദൈവസ്നേഹം കൊണ്ടങ്ങ് നിറയും. ആ ദൈവസ്നേഹം കൊണ്ടങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ ഒറ്റ വാക്യോടെ വായിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം. ഈ പുസ്തകത്തിൽ നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം. അത് 1 യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16 കാണാൻ അറിയത്തില്ലയോ? യോഹന്നാൻ സുവിശേഷം 3:16 എല്ലാവർക്കും അറിയാം. ഇത് 1 യോഹന്നാൻ 3:16. അതേ യോഹന്നാൻ തന്നെ എഴുതുന്നത് കേട്ടോ. ഈ സുവിശേഷം എഴുതി അതേ യോഹന്നാൻ തന്നെ, ഇത്തിരി പ്രായമായതേ ഉള്ളൂ എഴുതിയപ്പോ. അത് തന്നെയാണ് 1 യോഹന്നാൻ. 1 John 3:16. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. അത് സത്യം. അത് കഴിഞ്ഞിട്ടോ നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാവുന്നു. നാം ദൈവസ്നേഹം എന്ന് പറയുന്നത് അറിഞ്ഞത് എങ്ങനെയാ? ദൈവത്തിൽ സ്നേഹത്തിന്റെ നിറവുണ്ടെന്ന് അറിഞ്ഞത് എങ്ങനെയാ? ആ സ്നേഹത്തിന്റെ നിറവ് പ്രദർശിപ്പിച്ച സ്ഥലത്തിന്റെ പേരോർമ്മയുണ്ടോ? കാൽവറി. ആ സ്നേഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലായി. പിതാവ് തന്റെ ഏകജാതനെ അല്പം പോലും മടി കാണിക്കാതെ ഗബ്രിയേലിനോടും മീഖായേലിനോടൊക്കെ ആലോചിച്ചിട്ടാണ് അയച്ചത്. ഒരാളോട് ആലോചിക്കാതെ ഒരലിവുമില്ലാതെ അവനെ അയച്ചു. അവന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പാകെ പിതാവ് മുഖം വീഴ്ചു. സ്നേഹം നാം കണ്ടു. എന്നിട്ട് യോഹന്നാൻ പറയാ, ബാക്കി വായിച്ചത് ആ വാക്യത്തിന്റെ 2 ഭാഗമാണ്. പിതാവിന്റെ സ്നേഹം നാം അറിഞ്ഞു. ബാക്കി നാമും നമ്മുടെ കൂട്ടു സഹോദരൻ ചാക്കോച്ചൻ, അവറാച്ചൻ, ജോശാമ്മ, മറിയാമ്മ, നാമും നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വേറെ ഈ രാത്രി ഉപദേശി ഞങ്ങളെ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നു വിടുകയാണോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം. ഈ പ്രമാണത്തിൽ എത്തുന്നവരാണ് കാന്ത. അതെല്ലാം വിശദീകരിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്നാലും ഒരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ, ചില ഐഡിയാസ് കിട്ടിയല്ലോ. വിളിച്ചത് നേരം പോക്കിലല്ലെന്ന്. നമ്മെ ആരെ പോലെയാകാനാ വിളിച്ചത്? ദൈവത്തെ പോലെയാകാൻ. ദൂതനെ പോലെയാകാനാണോ? ദൂതന്റെ വിത്താണോ അകത്ത് വന്നത്? സിംഹത്തിന്റെ വിത്ത് അകത്ത് വന്നാൽ അതിൽ നിന്ന് കഴുതിയോ കുരകോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗമാണോ വരുന്നത്? സിംഹത്തിന്റെ കുഞ്ഞ് തന്നെയാ വരുന്നത്. രാജാവിന്റെ വിത്ത് അകത്ത് വന്നു, റോയൽ സീഡ് അകത്ത് വന്നു. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരുന്നത് എന്തായിരിക്കും? സിംഹത്തിന്റെ വിത്ത് അകത്ത് വന്ന് സിംഹക്കുഞ്ഞെ പുറത്തു വരത്തുള്ളൂ. രാജാവിന്റെ വിത്തിനാൽ നമ്മുടെ നാട്ടിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. ശക്തൻ തമ്പുരാൻ. കൊച്ചി മഹാരാജാവിന്റെ പേരാണ് ശക്തൻ തമ്പുരാൻ. ആ മഹാരാജാവിന് അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ, ആ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞുണ്ടായത് എന്തിനു വേണ്ടിയായിരിക്കും? നോർമലി ആ കുഞ്ഞുണ്ടായത് എന്തിനു വേണ്ടിയായിരിക്കും? മീൻ കച്ചവടത്തിനായിരിക്കും. പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും? വേറെ കുട്ടികളോ? രാജാവിന് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നോർമലി അതെന്താകും? നെക്സ്റ്റ് അടുത്ത രാജാവാകും. അപ്പൊ രാജാവ് ജനിക്കുമ്പോ തന്നെ രാജാവാകുന്നുണ്ടോ? ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് അതെല്ലാം പൂർത്തിയായി സമയമാകുമ്പോൾ അവരെവിടെ വരും? അപ്പനിരിക്കുന്ന സിംഹാസനത്തിലേക്ക് മകനും വരും. അതുപോലെ രാജാവിന്റെ വിത്ത്, മഹാരാജാവിന്റെ വിത്തകത്ത് വന്ന്
വീണ്ടും ജനങ്ങൾ നടന്ന നാം രാജാവിന്റെ മക്കളാണ്. രാജാവിന്റെ മക്കളായതുകൊണ്ട് നാം വാഴുവാൻ തന്നെ ജനിച്ചവരാണ്. നാം beggars അല്ല. നാം കൈനീട്ടി നടക്കുന്നവര്. ഭൂമിയിൽ എവിടെയെങ്കിലും രാജാക്കന്മാർ കൈനീട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിവർന്നു നിൽക്കേണ്ട സമയമായോ? രാജാക്കന്മാർ എവിടെയെങ്കിലും വളഞ്ഞു നിൽക്കാറുണ്ടോ? നിവർന്നു നിൽക്കണം പ്രിയരെ. നിവർന്നു നിൽക്കുമ്പോ പല 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 ആരോസ് തീയപ്പുകൾ അവരായിരിക്കും, സംശയത്തിന്റെ തോന്നലുകളുടെ. അതിനെയെല്ലാം നാം എന്തുകൊണ്ട് പ്രതിരോധിക്കണം? വിശ്വാസം എന്ന പരിചയ കൊണ്ട് പ്രതിരോധിക്കണം. ആ അമ്പുകളെ ഉടയ്ക്കണം. എന്നിട്ട് രാജാക്കന്മാർ മാർച്ച് ചെയ്യണം. സകലത്തെയും ജയിക്കണം. ജഡത്തെ, ലോകത്തെ, കൺമോഹത്തെ, ജീവന പ്രതാപങ്ങളെ എല്ലാം കർക്കീഴിൽ കൊണ്ടുവരണം. എന്നിട്ട് പിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പ് ഒരുക്കിയ സിംഹാസനത്തിലേക്ക് നാം ചുവട് വെക്കണം. അങ്ങനെ നമ്മുടെ പിതാവിന്റെ ഹിതം പൂർത്തിയാകും. അതിൽ കുറഞ്ഞ ഒന്നും കൊണ്ട് നമ്മുടെ പിതാവ് തൃപ്തനാകത്തില്ല. ഈ രാത്രി വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശാന്തമായി ഭവനത്തിൽ പോയി ചിന്തിക്കുക. ഈ വചനങ്ങൾ നിങ്ങളെ ഏത് നിലയിലാണ് പ്രചോദിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ്